السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. وقال النبي صلى الله عليه وسلم كل مولود يولد على الفطرة فأبواه يهودانه أو ينصرانه أو يمجسانه أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള ഉലമാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ കൂട്ടം ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായതാണ്. ഇതിന് ചെലവഴിക്കപ്പെട്ട സമ്പത്തും ഇതിന് ചെലവഴിക്കപ്പെട്ട സമയവും നാളെ മഹ്ശറയിൽ ഏറ്റവും വിലപിടിപ്പുള്ളതായിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട സംഗതികൾക്കാണ് നമ്മൾ സമയം ചെലവഴിച്ചത്. ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയി എന്ന് തോന്നിയേക്കാം. ഇല്ല, നാളെ മഹ്ശറയിലെത്തുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യത്തിന്റെ ദിവസമായിരുന്നു അന്നാ കൂടിയത്. കാരണം ഇത് ഇൽമാണ്, നബുവത്തിന്റെ ഇൽമ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായതാണ്. ഇൽമിന്റെ അഹ്ലുകാർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ്. ഖുർആന്റെ അഹ്ലുകാർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിലപ്പെട്ടവരാണ്. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അവരാണ് ഈ കൂടിയത്. അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവർ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. നീ ആലിമാവണം, അല്ലെങ്കിൽ ഇൽമിനെ പഠിക്കുന്നവനാവണം, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവനാവണം, അല്ലെങ്കിൽ നീ അതിനെ സ്നേഹിക്കുന്നവനാവണം. ഇൽമിന്റെ അഹ്ലുകാരെയും ഇൽമിന്റെ സ്ഥാപനങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവനാവണം. ഫലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ വിഭാഗം ആവരുതേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇൽമിനോടും ഉലമാക്കളോടും ഖുർആന്റെ ഹാഫിളീങ്ങളോടുള്ള സ്നേഹമാണ് നമ്മളെ ഇരുത്തം. അല്ലാണ്ട് ഭൗതികമായി മറ്റെന്തെങ്കിലും കിട്ടാനോ നേടാനോ അല്ല. അതുകൊണ്ട് നാളെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ ഒരു ഇരുത്തമാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതിന് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. നമ്മൾ ഇതിൽ നിഷ്കളങ്കരാണെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചാണ് നമ്മൾ ഇതിനെ കേൾക്കുന്നതും പറയുന്നവർ ഇതിനെ പറയുന്നതുമെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിലയുള്ളതാണ്. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട കൂട്ടമാണിത്. ഇൽമിന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഖുർആൻ ഷഹീദല്ലാഹ്, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് അല്ലാഹു സാക്ഷിയാണ്. വൽ മലായികതു, മലക്കുകളും സാക്ഷിയാണ് അല്ലാഹു ഏകനാണ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്നതിന് മലക്കുകൾ സാക്ഷിയാണ്. പിന്നെ ആരാണ് സാക്ഷി? വഉലുൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാർ, ഉലമാക്കൾ അതിന് സാക്ഷിയാണ്. അല്ലാഹു പറയാൻ അല്ലാഹുവിന്റെ കൂട്ടത്തിൽ ചേർത്തത് മലക്കുകൾ, പിന്നെ ഉലമാക്കളെ. ഉലമാക്കൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ എത്ര സ്ഥാനമുണ്ട്? ഉലമാക്കൾക്ക് എത്ര സ്ഥാനമുണ്ട്?
ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹുവിനെ ശരിയായ നിലയിൽ ഭയപ്പെടുന്നവർ ഉലമാക്കളാണ് എന്ന് ഖുർആൻ. അല്ലാഹു പറയാൻ അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ അല്ലാഹുവിനെ ശരിയായ നിലയിൽ വഴിപ്പെടാനും ഭയപ്പെടാനും സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് എങ്ങനെ സാധിക്കും? അറിയൽ അത് ഏറ്റവും വലുതാണ്. അല്ലാഹുവിനെ അറിയണം, എന്നാലേ അവനെ ശരിയായ നിലയിൽ വഴിപ്പെടാൻ പറ്റുള്ളൂ, ശരിയായ നിലയിൽ ഭയപ്പെടാൻ പറ്റുള്ളൂ, അനുസരിക്കാൻ പറ്റുള്ളൂ. ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളോടുള്ള പെരുമാറ്റം മോശവും, അയാളുടെ ആദരവ് അയാൾക്ക് ആദരിക്കാൻ കഴിയില്ല. ഒരു ചെറുപ്പക്കാരൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു കടന്റെ സൈഡിൽ ഒരു ബെഞ്ചുണ്ട്, അവിടെ ഇരിക്കും സാധാരണ. അപ്പൊ ഒരു പത്രം വിടുന്ന ആള് വരും, അയാൾ സാധാരണ ആ പത്രം ആ ഷട്ടറിന്റെ അടിയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയലാണ്. അപ്പൊ ചെറുപ്പക്കാരൻ പറയാം ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങും. അവൻ സ്വസ്ഥമായിട്ട് ആ കസേര ആ ബെഞ്ചിൽ ഇരുന്നിട്ട് കാലിന്റെ മുകളിൽ കാലിൽ കയറ്റി വെച്ച് സ്വസ്ഥമായ പത്രം വായിക്കും. എന്നിട്ട് വായിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ അത് ആ ഷട്ടറിന്റെ അടിയിലേക്ക് ഇടും. ഒരു ദിവസം ഇങ്ങനെ ഒരു രാവിലെ നടക്കാൻ ഇറങ്ങിയ ഒരാള് ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇവിടെ പാൽ എവിടെയാണ് കിട്ടുകയെന്ന്. അപ്പൊ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആ കാലിന്റെ മുകളിൽ കാലിൽ കയറ്റി വെച്ച് ആ പത്രം ഇങ്ങനെ താഴ്ത്തിട്ട് പറഞ്ഞു, നേരെ പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട്, അവിടെ ഒരു കടന്റെ അവിടെ പാല് കിട്ടുന്നു. അതേ എങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ബൈക്കിൽ ഒരാൾ വന്നിട്ട് ഇയാളോട് ചോദിച്ചു അയാൾ എന്താ നിങ്ങളോട് ചോദിച്ചതെന്ന്. അപ്പൊ പറഞ്ഞു ഒരു പാല് എവിടെ കിട്ടുകയെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അതാരാ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. അറിയില്ല. അതാണ് ഇപ്പൊ നമ്മളെ പുതിയ കലക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ ചെറുപ്പം അയാൾ കലക്ടർ ഇല്ലു. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു. അയാൾ പറഞ്ഞു മോനെ അവിടെ പാലില്ലല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൽ മറുപടി പറയാം? കാലൊക്കെ കയറ്റി വെച്ച് പത്രമൊക്കെ വെച്ചിട്ട് അവിടെ പാലില്ലേ, എന്നാ പിന്നെ ഇവിടെ എല്ലാം നോക്കുക, അങ്ങനെയാണോ? അല്ല, അപ്പോഴേക്കും പത്രം താഴെടും, അവൻ എഴുന്നേക്കും, സാറോടെ ഇരുന്നോളി ഞാൻ പോയി കൊണ്ടുവരാന്നൊക്കെ പറയും. കാരണം എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കലക്ടറാണ്. ഇതേപോലെ അള്ളാഹുവിനെ അറിയുന്നവർക്ക് മാത്രമേ അള്ളാഹിനെ ഭയപ്പെടാൻ പറ്റുള്ളൂ. ദിവസങ്ങളോളം നമ്മളെല്ലാ ഭക്ത നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതാറുണ്ട്. ആയത്തുൽ കുർസി ഓതുന്നവർ 5 വക്ത നമസ്കാരങ്ങൾക്ക് ശേഷം മരണമല്ലാത്ത മറ്റൊന്നും അവർക്ക് തടസ്സമില്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അത്ര പ്രാധാന്യമുള്ള ഒരു ആയത്താണത്. ഏറ്റവും ഖുർആനിൽ വില പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. എന്താ ആയത്തുൽ കുർസിക്ക് ഇത്ര വലിയ പ്രാധാന്യം? നമ്മൾ നിസ്കാരത്തിന് ശേഷം ഓതുകയും ഊതുകയും ചെയ്യും. പക്ഷെ എന്താണ് പറയുന്ന? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിഇദ്നി എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്ത് സൂറത്ത് ബഖറയിലെ ആയത്തുൽ കുർസി. അത് നമ്മൾ ഓതും എന്നും, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഭയങ്കര സ്പീഡിൽ ഓതും. പക്ഷേ എന്താണ് ഈ പറയുന്നത്? അല്ലാഹു ആരാണ്? അല്ലാഹു പറയാണ് അല്ലാഹു ആരാണെന്ന്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവൻ അല്ലാതെ വേറെ ഇലാഹില്ല. അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവന് ഉറക്കമോ മയക്കമോ തൂങ്ങിയുറക്കമോ ഒന്നുമില്ല. അവൻ എപ്പോഴും ഉണർന്നിരിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതിന്റെയും മുഴുവൻ അധികാരവും മുഴുവനും അവനുള്ളതാണ്. ഇതാണ് സത്യത്തിൽ നമ്മൾ പറയുന്നത്. ഇതിന്റെ ബാക്കി മൊത്തം അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന ആയത്ത്. ഇത് നമുക്കറിയില്ല. ഇതറിയാതിരുന്നാൽ അവൻ എങ്ങനെ അല്ലാഹുവിനെ അറിയും? ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹ്. ഖുർആൻ പടച്ചോൻ പറയാൻ ആരാണ് അല്ലാഹു? ഹുവല്ലാഹുല്ലദീ, അവനാണ് അല്ലാഹു, അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അവൻ. ഇതിങ്ങനെ ഖുർആൻ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇത് പഠിക്കുന്നവൻ, ഇതറിയുന്നവൻ, അവന്റെ റബ്ബിനെ അവൻ വ്യക്തമായി മനസ്സിലാവും. ഏറ്റവും വലിയ ഇൽമ് അതാണ്, ഖുർആന്റെ ഇൽമാണ്. ഖുർആനിന്റെ ഇൽമാണ് ഏറ്റവും വലിയ ഇൽമ്. അവനാണ് മുഴുവൻ അധികാരമുള്ള. അവൻ അല്ലാഹുവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്.
ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ് ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ് ഖാല ഹും അഹ്ലുൽ ഖുർആനി വ അഹ്ലുല്ലാഹി വ ഖാസ്സത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുക്ക് ചില സ്വന്തക്കാരുണ്ട്, അല്ലാഹുവിൽ ചില സ്വന്തക്കാരുണ്ട്. ആരാണ് ആ സ്വന്തക്കാർ? എന്നാണ് സ്വന്തക്കാരെ തിരിച്ചറിയുക? അല്ലാഹു തആല നാളെ മഹ്ശറയിൽ അല്ലാഹു തആല ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ അധികാരി ആരാണുള്ളത്? മുഴുവൻ മനുഷ്യരുണ്ടാവും. ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ കാഹളത്തിൽ ഊതുന്ന ആ സമയം വരെ ജനിച്ച മുഴുവൻ ആണും പെണ്ണും മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മൈതാനിയിൽ ഉടമസ്ഥനായ അല്ലാഹു ചോദിക്കാൻ, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ആരാണ് അധികാരി ഉള്ളത്? ഒരാൾക്കും മറുപടി ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് തന്നെ മറുപടി വരും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹുവിനാണ്. അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ സ്വന്തക്കാരായി കുറച്ച് ആൾക്കാരുണ്ടാവും. സഹാബാക്കൾ ചോദിച്ചു, ഖാലു മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാർ? ഖാല ഹും അഹ്ലുൽ ഖുർആൻ, ഒരു ഖുർആന്റെ ആൾക്കാരാണ് അവർ. ഹും അഹ്ലുൽ ഖുർആൻ, ഒരു ഖുർആന്റെ ആൾക്കാരാണ്. ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തു, അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. അവർ അല്ലാഹുവിന്റെ ആൾക്കാരാണ്, അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ഇന്ന് ഈ കളർ വസ്ത്രങ്ങൾ ധരിച്ച് കോട്ടിട്ട് നിൽക്കുന്ന ഇവരുണ്ടല്ലോ, ഇവർ നാളെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പം അവർക്കൊരു സ്ഥാനം ഉണ്ടാവും. അന്നാണ് എല്ലാവരുടെയും കണ്ണ് നിറയുകയും കണ്ണിന്റെ അവസ്ഥ മനസ്സിലാവുകയും ചെയ്യുക. അന്ന് ഹൃദയം തൊണ്ടയിലെത്തും. ഈ ആയത്തെത്തുന്നതിന് തൊട്ടു മുമ്പ് അത് പറയുന്നുണ്ട് അല്ലാഹു. ഹൃദയം തൊണ്ടയിലെത്തുന്ന ദിവസം, ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ, തൊണ്ടയിൽ ഹൃദയം എത്തുന്ന ദിവസം, അന്ന് മനുഷ്യൻ ശ്വാസം മുട്ടി നിൽക്കുന്ന ദിവസമായിരിക്കും. അന്ന് ഈ മക്കൾ ഭൂമിയിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവർ, അവരെ മക്കളെ അള്ളാഹുവിന്റെ വഴിയിൽ ദാനം ചെയ്തവരാണ് ഈ പിന്നിലിരിക്കുന്നവരും ഈ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളും. നിങ്ങളെ മക്കൾ നിങ്ങൾ തെരഞ്ഞെടുത്തത് പാഴായിട്ടില്ല എന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ്. നാളെ മഹ്ശറയിൽ എന്തായാലും നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അത് ഏറ്റവും വലുതാണ്. അവർക്കാണ് സ്ഥാനമുള്ളത്, അവരാണ് ആദരണീയവർ. എന്റെ ഉമ്മത്തിലെ ഉലമാക്കളുടെ സ്ഥാനം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആലിമിനുള്ള സ്ഥാനം കഫദ്ലി, എന്റെ സ്ഥാനം പോലെയാണ്, എന്റെ ശ്രേഷ്ഠത പോലെയാണ്. അലാ അദ്നാക്കും, നിങ്ങളിൽ ഏറ്റവും താഴ്ന്ന ഒരു സഹാബിക്ക് എത്ര സ്ഥാനമുണ്ടോ അതിൽ എനിക്കെത്ര സ്ഥാനമുണ്ടോ അതേപോലെയാണ് സാധാരണ ജനങ്ങളിൽ ആലിമിനുള്ളത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി എന്താ നമുക്ക് പഠിപ്പിച്ചു തരാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. എത്ര വ്യക്തമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത് എന്തിനാണ്? കാരണം ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ നിലനിൽക്കണം. ഇവർ ദീനിന്റെ കാവലാളുകളാണ്. ഇവരാണ് ദീനിനെ നിലനിർത്തുന്നവർ, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവർ. അവരാണ് നേരത്തെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞല്ലോ, അൽ ഉലമാ വറസത്തുൽ അംബിയ, വാരിസീങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും സ്വത്ത് ഓരിച്ചു പോകുന്നവരല്ല, അതിനെ നിലനിർത്തുകയും അതിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർ, ഇതിനെ നിലനിർത്തുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർ. വാരിസീങ്ങൾ സത്യത്തിൽ അതാണ്, വാരിസീങ്ങൾ സത്യത്തിൽ അതാണ്. ഇപ്പൊ മുഹമ്മദ് ഉസ്താദ് ഇവിടെ മദ്രസന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രത്തോളം പറഞ്ഞു? വിവാഹം കഴിക്കാത്ത മക്കൾ വരെ അവരുടെ സമ്പത്തിന്റെ ഓഹരി സ്ഥാപനത്തിന് നൽകുന്നുണ്ട്. ഇതാണ് സത്യത്തിൽ അനന്തരാവകാശത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞത്. ലത്തീഫാജിയും സൽമാനാജിയും ഒക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ സമ്പത്തൊക്കെ ഓരിച്ച് ബാക്കിയുള്ളത് മദ്രസക്ക് തീരുമാനിച്ചത് ബാക്കി അവർക്ക് കൊണ്ടുപോകാം. അല്ല, വാപ്പന്റെ അനന്തര സ്വത്തിനെ നിലനിർത്തലാണ്. വാപ്പ പോയതിനു ശേഷം പുരോഗതി നിന്നിട്ടില്ല മദ്രസക്ക്. സ്വാഭാവികം നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു വാപ്പന്റെ ശേഷം മദ്രസ എന്താവുക എന്നുള്ളത്. ഇല്ല, ഒരു പറഞ്ഞു ഇല്ല, അത് നമ്മളെ മെയിൻ സാധനമാണ്, അവരുടെ സമ്പാദ്യ മാർഗമാണ്. അനന്തരവാസികൾ സത്യത്തിൽ അതാണ്, ഉലമാക്കൾ അനന്തരാവകാശികളാണ്.
അവർ ദീനാറും ദിർഹമിന്റെയും ഉടമകളല്ല. നബിമാർ അതല്ല വാരിസ്യ അനന്തരാവകാശമായി വിട്ടിട്ട് പോയത്. അവർ ഇൽമിനെയാണ് വിട്ടിട്ട് പോയത്. അതിനെ നിലനിർത്തണം. ഇൽമ് പ്രകാശമാണ്. ഇരുളടഞ്ഞ മനുഷ്യരുടെ ഹൃദയങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഉത്തമമായ ഉദാത്തമായ പണിയെടുക്കേണ്ടവരാണ്. ഉലമാക്കളുടെ കൈകൊണ്ട് അനേകായിരങ്ങളുടെ ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നിട്ടില്ലേ? താർത്താരികൾ മസ്ജിദുകൾ തകർത്തു, ഖുതുബുഖാനകൾ കത്തിച്ച് ചാമ്പലാക്കി, സമുദ്രത്തിലൂടെ ഒഴുക്കി, സമുദ്രത്തിന് ചാരനിറമായി ഈ നിലയിൽ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച താർത്താരി സമൂഹത്തിന്റെ തലമുറകളെ കൊണ്ട് വീണ്ടും ഈ ദീനിനെ പുനർജീവനം നടത്തിയത് ഉലമാക്കളുടെ പരിശ്രമമായിരുന്നു. ഉലമാക്കൾ അധ്വാനിച്ചു. ലോകത്തെന്നും ദീനിനെ നിലനിർത്തിയത് ഉലമാക്കളാണ്. അവരെ കൊണ്ട് ഇത് നടക്കുള്ളൂ. അതിനാണ് ഉലമാക്കൾ അല്ലാഹു സജ്ജമാക്കിയത്. ഉലമാക്കളെ സജ്ജമാക്കിയത് അതിനാണ്. കാലഘട്ടത്തിന്റെ ഗതിവിഗതികളെ മനസ്സിലാക്കി ഇസ്ലാമിന് നേരെ വരുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ മാത്രം ചങ്കൂറ്റമുള്ള ഉലമാക്കൾ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ദീൻ നിലനിൽക്കുന്നത്. ഈ ദീനിന്റെ കാവലാളാണ്. അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ അത് ഇൽമാണ്. ഇൽമ അസ്തമിച്ചു പോയാൽ, ഖുർആൻ ഇല്ലാതായാൽ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരില്ലാതായാൽ പിന്നെ ലോകത്തിന്റെ ഗതി എന്തായിരിക്കും? അതുകൊണ്ട് ഇൽമ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. നമുക്കറിയാം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ദാവൂദ് അലൈഹിസ്സലാമിനെ നമുക്കറിയാം. അവർ രാജാക്കന്മാരായ പ്രവാചകന്മാർ. പക്ഷെ അവർക്ക് നൽകിയ അധികാരങ്ങളും അവരുടെ രാജപദവികളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പക്ഷെ അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ഖുർആൻ നമ്മളൊരു പക്ഷെ ചിന്തിച്ചേക്കാം, ദാവൂദ് അലൈഹിസ്സലാമിനും സുലൈമാൻ അലൈഹിസ്സലാമിനും അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠമായി നൽകിയത് അവരുടെ അധികാരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കരുത്. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ദാവൂദ് അലൈഹിസ്സലാമിനും സുലൈമാൻ അലൈഹിസ്സലാമിനും നാം നൽകിയത് ഇൽമാണെന്നാണ്. ഇൽമ് അത് ഏറ്റവും മഹത്തരമായതാണ്. ഇൽമുള്ളവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അതുകൊണ്ടാണ് മക്കൾക്ക് ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായത്. ഇൽമ് പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ ആദരിക്കാൻ കാരണം നിങ്ങളെ മക്കളെ നിങ്ങൾ ഇൽമിന് വേണ്ടി അതിനെ വിട്ടുകൊടുത്തു. ഈ ഇരിക്കുന്നവർ അധിക പേരും ഹാഫിളാണ്. പക്ഷെ മൊത്തം ഹാഫിളായിരിക്കാം. എത്ര വർഷം അവർ പഠിച്ചിട്ടുണ്ടാവും? ഹിഫ്ളിന് വേണ്ടി 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം, അതിനുശേഷം ഇവിടെ 7 കൊല്ലം. ഇത്രയൊക്കെ പഠിക്കുക, ഇതിനെ മക്കൾക്ക് വിട്ടുകൊടുക്കുക. ഇതിന്റെ പിന്നിൽ എത്ര ത്യാഗം ചെയ്തിട്ടുണ്ടാവും? ഇവിടെ നേരത്തെ മഗ്‌രിബിന് തൊട്ടു മുമ്പ് ഓരോ ആലിമീങ്ങളെയും അവരെ വാപ്പമാരെയും ഒക്കെ വിളിച്ചിരുന്നു. സത്യത്തിൽ വാപ്പമാരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഒന്നു കൊടുക്കുന്ന അവിടെ ഞാനുണ്ടാവുമ്പോ ഒരു രക്ഷിതാവിനെ കണ്ടു. മോൻ ആലിമാവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ കരഞ്ഞിട്ടാണ് അയാൾ മറുപടി പറയുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ഈ മക്കൾ ഹാഫിളാവാൻ, ആലിമാവാൻ. ഒരു രക്ഷിതാവിനെ കണ്ടപ്പം നിങ്ങൾക്കറിയല്ലോ എന്റെ സാഹചര്യങ്ങളൊക്കെ എന്നോട് ആ പിതാവ് ചോദിച്ചു. കാരണം ഈ അറിയുന്ന സാഹചര്യമുള്ള കുട്ടിയാണത്. എന്തെല്ലാം പ്രതിസന്ധികളിലാണ് ഇവർ ആലിമീങ്ങളായതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു തെങ്ങ് നട്ടു, അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, അത് വേര് പിടിക്കാൻ സമയമെടുക്കും. അത് വേര് പിടിച്ചു വരുമ്പോഴേക്കും അതിനെന്തെങ്കിലും പശുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികൾ വന്ന് അതിനെ വലിച്ചു തിന്ന് അതിന്റെ പട്ട വലിച്ചു. പിന്നെയും അതിനെ സംരക്ഷിച്ചു, അതിനെ കവചം തീർത്തു. ഉസ്താദുമാരും രക്ഷിതാക്കളും ചേർന്ന് അങ്ങനെ വലുതാക്കി. ഇന്നാ മക്കൾ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ച് തലപ്പാവണിഞ്ഞു നിൽക്കുമ്പോൾ ഏത് പിതാവിന്, ഏത് മാതാവിനാണ് കണ്ണീര് വരാത്തത്? ഈ കണ്ണീർ നാളെ റബ്ബുൽ ആലമീന്റെ അടുക്കൽ വിലയുള്ള കണ്ണുനീർ തുള്ളികളാണ്. നാളെ റബ്ബുൽ ആലമീന്റെ മുന്നിൽ വിലയുള്ള കണ്ണീരുകളാണ്. അത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ്, കുടുംബത്തിന്റെ കുത്തുവാക്കുകൾ, നാട്ടുകാരുടെ ആക്ഷേപങ്ങൾ, ഇതൊക്കെ സഹിച്ചിട്ടാണ് തന്റെ മക്കളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഇല്ല, ഒരിക്കലുമില്ല. നാളെ റബ്ബുൽ ആലമീന്റെ മുന്നിൽ ഈ മക്കൾ നിങ്ങൾക്ക് സാക്ഷികളാകും. ഇൽമ് അല്ലാഹുവിന്റെ അടുക്കൽ അത്ര വിലയുള്ളതാണ്. ആലിം, ഹാഫിദിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ പവറുള്ള ആൾ ആലിമാണ്. ആലിമിന് ശുപാർശക്ക് എത്രയോ ആൾക്ക് ശുപാർശക്ക് അധികാരമുണ്ട്. നബിമാരുടെ പിന്നാലെ ജനങ്ങൾ പോകുന്നത് പോലെ
ആലിമീങ്ങളുടെ പിന്നാലെ എത്രയോ കൂട്ടം ആൾക്കാർ ചോദിക്കും ഇതേത് നബിയാണെന്ന്. അല്ല, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ആലിമാണെന്ന് പറയപ്പെടും. ജനങ്ങളെ നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച് വലിക്കുന്നവർ, അവരെ രക്ഷപ്പെടുത്തുന്നവർ. ഈ വലിയ ഇന്നിവർ കുട്ടികളാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, നാളെ ഒരു സമൂഹത്തിനെ നിയന്ത്രിക്കാനുള്ളവരാണ്, അതിനുള്ള കഴിവ് ആർജിച്ചവരാണിവർ. അതുകൊണ്ട് നമ്മുടെ ഈ വരവ്, നമ്മുടെ ഈ കൂടൽ, ഇത് ഉമ്മത്തിനോടുള്ള കരുണയാണെന്ന് മനസ്സിലാക്കി. എത്ര മനുഷ്യർക്ക് വഴി കാണിക്കേണ്ട ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞു 300 ചില്ലാനം ഉലമാക്കൾ നജ്മുൽ ഹുദയിൽ നിന്ന് സമൂഹത്തിന് നൽകിയെന്ന്. 300 ചില്ലാനം ഉലമാക്കൾ, 340 സംതിങ് ഉലമാക്കൾ എന്ന് പറഞ്ഞു. സത്യത്തിൽ എത്രയോ വലിയ വലിയ മദ്രസകളുടെ തലപ്പത്തിരിക്കുന്നവർ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചു പോയവരാണ്. അവരുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒരുപാട് മദ്രസകളുടെ, അതൊക്കെ നജ്മുൽ ഹുദ തന്നെ, അതൊക്കെ നജ്മുൽ ഹുദന്റെ സംഭാവനയാണ്, ഏത് മദ്രസകളിൽ നിന്നാണെങ്കിലും. അപ്പൊ എത്ര വലിയ ഒരു സമൂഹത്തിൽ എത്ര വലിയ നന്മ വാർത്തെടുക്കാൻ മാത്രം ഹാജി ഇബ്രാഹിം സാഹിബിന് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കുമാറാവട്ടെ, അദ്ദേഹം എത്ര വലിയ വിത്താണ് പാകിയത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ മൂസ മൗലാനയും സുബൈർ ഹാജിയും ഉവൈസ് ഹാജിയും കുഞ്ഞാൻ ഹാജിയും അങ്ങനെ തുടങ്ങിയ ഖാലിദ് ഹാജിക്ക, ഇബ്രാഹിം ഹാജിക്കന്റെ സഹോദരന്മാരായ ആൾക്കാർ, ഇവരെല്ലാവരും കൂടി ചെയ്ത വലിയൊരു സംഘത്തിന്റെ വലിയൊരു അധ്വാനത്തിന്റെ പ്രൊഡക്റ്റ് അതാണ് ഈ കാണുന്നത്. ഇതിന് ഈ സമൂഹത്തിന് ഇനി വിട്ടുകൊടുക്കാൻ, ഇവരിനി ഓരോ സമൂഹത്തിൽ പോയി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നേർക്കാഴ്ച കാണാം. അതുകൊണ്ട് ഇൽമ് അല്ലാഹുവിന്റെ അടുക്കൽ വിലയുള്ളതാണ്, അവർക്ക് വലിയ പവറാണ്. നമ്മൾ ഈ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ വലിയ സംഭവമാണ് നമ്മൾ വിചാരിക്കാൻ ഇല്ല. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നവരാണ് ഇവർ. സമ്പത്തുള്ളവനെ ആശ്വസിപ്പിക്കുന്നവർ, സമ്പത്തില്ലാത്തവരെ ആശ്വസിപ്പിക്കുന്നവർ. നമ്മൾ വിചാരിക്കുന്നത് നല്ല കച്ചവടക്കാരൻ, നല്ല സമ്പത്തുണ്ടായാൽ സ്വസ്ഥമായി ജീവിക്കാമെന്ന്. പക്ഷേ നമ്മൾക്ക് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ഓരോ സംഗതികൾ, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ സ്വന്തം ആത്മഹത്യ ചെയ്യാം, നിറയൊക്കെ സ്വന്തത്തിന് നേരെ. സമ്പത്തില്ലാഞ്ഞിട്ടല്ല സഹോദരന്മാരെ, സ്വസ്ഥത റബ്ബിനെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ സ്വസ്ഥത ഉണ്ടാവില്ല. അത് നിങ്ങളുടെ കയ്യിൽ എത്ര കോടികൾ ഉണ്ടായിരുന്നാലും ശരി, സ്വസ്ഥത അള്ളാഹുവിന്റെ ഓർമ്മയിലും ചിന്തയിലുമാണ്. ഭൗതിക വസ്തുക്കളിൽ, സമ്പത്തിൽ, വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊസിഷനുകളിൽ നിങ്ങൾ സമാധാനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അറിയണേ, അള്ളാഹുവിന്റെ സ്മരണയിൽ, പടച്ചവന്റെ ഓർമ്മയിൽ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ലോകത്ത് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനം സമാധാനമാണ്. അത് അള്ളാഹിന്റെ ഓർമ്മയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഉലമാക്കൾ നേടിയെടുക്കുന്നത്. സൂറത്തുൽ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം പറയുന്നുണ്ട്, ബൽഖീസിന്റെ സംഭവം. ഒരു ഹുദ്ഹുദ് പക്ഷി പറന്നു പോകുമ്പോൾ അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നതിനെ കണ്ട ഒരു സംഭവം. ഞാൻ സംഭവം പറയല്ല. ആ സംഭവത്തില് ബൽഖീസും അവരുടെ ടീമും ആദ്യം ഒരു ടീമിനെ അയച്ചു. അവര് വന്ന് നോക്കുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം എടുക്കുന്ന ഒരു രക്ഷയില്ല. സ്വർണ്ണക്കട്ടയായിട്ട് വന്നപ്പം അതിനേക്കാളും വലിയ കട്ടയാണ് അവിടെ ഉള്ളത്. അവിടെ മുറ്റത്തൊക്കെ വിരിച്ചത് സ്വർണത്തിന്റെ കട്ടകൾ. അവർക്ക് മനസ്സിലായി ഹദിയകളെ കൊണ്ടൊന്നും ഈ രാജാവിനെ കീഴ്പ്പെടുത്താൻ പറ്റൂല. അനുസരണയോടുകൂടി രാജ്ഞിയും ആൾക്കാരും വന്നപ്പോൾ അവരുടെ സിംഹാസനം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നപ്പോൾ, ആരാണ് നിങ്ങളിൽ ഈ സിംഹാസനം കൊണ്ടുവരാൻ തയ്യാറുള്ളതെന്ന് സദസ്സിൽ ചോദിച്ചപ്പോൾ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റു. ജിന്നിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്നു. അയാളുടെ പേര് പറഞ്ഞു ഇഫ്രീത്താണെന്ന് ഖുർആൻ. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. നിങ്ങൾ ഈ സഭ പിരിയുന്നതിന് മുമ്പ്, നിങ്ങൾ നിൽക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനത്തിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാം. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഞാൻ അതിന്റെ മേൽ കൊണ്ടുവരാൻ ശക്തനാണ്, ഞാൻ വിശ്വസ്തനാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കി തരുമെന്ന്. അപ്പൊ ആ സദസ്സിൽ നിന്ന് മറ്റൊരാളെ തെറ്റു. അയാളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യബ്തദ ഇലൈക തർഫ്. വേറൊരാൾ എഴുന്നേറ്റു. ഖാലല്ലദീ, ഒരാൾ പറഞ്ഞു. ഖാലല്ലദീ, ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അയാൾ ആരാണ് നിങ്ങൾക്കറിയോ? ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. അയാൾക്ക് കിതാബിന്റെ അറിവുള്ള ആൾ പറഞ്ഞു.
ഇഫ്രീത്തിന്റെ പേര് പറഞ്ഞ അള്ളാഹ്ക്ക് ഇയാളെ പേര് പറയാം. അള്ളാഹു തആല പറഞ്ഞില്ല, പേര് പറയലോട് അത് പോയി. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തണം അള്ളാഹു. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കിതാബിന്റെ അറിവുള്ള ആൾ പറഞ്ഞു, അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തർഫു, നിങ്ങളെ കണ്ണ് ഇമവെട്ടി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കലും സഭ വീതികളൊന്നുമില്ല. കണ്ണ് ഇമവെട്ടി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം. ആ ആളെ പേര് പറഞ്ഞില്ല, അയാൾ ജിന്നാണെന്ന് പറഞ്ഞില്ല, മലക്കാണെന്നോ മനുഷ്യനോ ഒന്നും പറഞ്ഞില്ല. അയാളെ ക്വാളിറ്റി, അയാളുടെ സിഫത്ത് എന്താണ്? ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കിതാബിന്റെ അറിവ്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കാലത്ത് ഏത് കിതാബുള്ളത്? കിതാബാണെങ്കിൽ സബൂറാണ്. അദ്ദേഹത്തിന്റെ പിതാവായ ദാവൂദ് അലൈഹിസ്സലാമിന് നൽകിയ സബൂർ പഠിച്ച ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, കിതാബുകളുടെ നേതാവായ വിശുദ്ധ ഖുർആനിന്റെ ആലിം, അയാളുടെ യോഗ്യത എന്തായിരിക്കും? അയാളുടെ കഴിവെന്തായിരിക്കും? ഡൽഹി ജുമാ മസ്ജിദ്, ഷാജഹാൻ ചക്രവർത്തി ഡൽഹി ഭരിക്കണ കാലം. ഡൽഹി ജുമാ മസ്ജിദ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ജാമിയ മസ്ജിദ്. അതിന്റെ മിമ്പറിൽ മുല്ല ജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാണ് ഖതീബ്. ഷാജഹാൻ ചക്രവർത്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, ഒരു പട്ടുവസ്ത്രം ധരിച്ചാൽ എന്താണ്? സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഒരു പട്ടുവസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു പട്ട് ഹറാമാണ്, എല്ലാവർക്കും അറിയാം. ശരി, പൈസയും ആഗ്രഹവും സാഹചര്യം ഒക്കെ ഉണ്ടാവും, മനുഷ്യൻ അങ്ങനൊക്കെ തോന്നും. പട്ടുവസ്ത്രം ധരിച്ചാൽ എന്താണ്? പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ജുമാക്ക് പട്ടുവസ്ത്രം ധരിച്ചു വന്നു. മുല്ല ജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം ജനങ്ങളോട് പറഞ്ഞു, പട്ട് ഹറാമാണ് എന്നുള്ള കാര്യം. ഓ, രാജാവിന്, ഇന്ത്യ ഭരിക്കുന്ന രാജാവാണ്, രാജാവിന് ദേഷ്യം വന്നു. രാജാവ് കൊട്ടാരത്തിലെത്തി. ഉടനെ ഹുക്കുമ് ഉറപ്പിടിച്ചു, മുല്ല ജീവനെ പിടിക്കണം, ജയിലിലടക്കണം, ബന്ധിക്കണം എന്നൊക്കെയുള്ള തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന്റെ മകൻ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അന്ന് മുല്ല ജീവൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ പഠിക്കുന്നുണ്ട്, ഉസ്താദാൻ. ഓടി അദ്ദേഹം ഹൈ സ്പീഡിൽ ഓടി ജാമിയ മസ്ജിദിൽ വന്നിട്ട് പറഞ്ഞു, ഹസ്രത്ത് വേഗം ഇവിടുന്ന് മാറണം, വാപ്പന്റെ ഹുക്കുമുണ്ട്, നിങ്ങളെ ജയിലിലടക്കാൻ വേണ്ടിട്ട് വേഗം പോണം ഇവിടുന്ന്. മുല്ല ജീവൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. വേഗം പോണം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. ഉസ്താദിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഓടി വന്നതാണ്. മുല്ല ജീവൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ലോട്ട കൊണ്ടുവരീൻ, ഉളു എടുക്കാനുള്ള പാത്രം കൊണ്ടുവരീൻ. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേക്കും ഔറംഗസീബ് ഇവിടുന്ന് അങ്ങോട്ട് ഓടി. വാപ്പനോട് പറഞ്ഞു, ഹസ്രത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്, ഹസ്രത്ത് ലോട്ട ആവശ്യപ്പെടുന്നുണ്ട്, ഹസ്രത്ത് എങ്ങാനും നിസ്കരിക്കാൻ നിന്നാൽ തരിപ്പണാവുങ്ങൾ അധികാരം. പെട്ടെന്ന് വന്നു. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കേട്ടിട്ട് ഒന്ന് പറഞ്ഞു, ഹുക്കുമ് പിൻവലിച്ചിട്ടുണ്ട്. മുല്ല ജീവൻ റഹ്മത്തുള്ളാഹി അലൈഹിനെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സത്യത്തിൽ ആരാണ് രാജാവ്? ആരാണ് രാജാവ്? നിങ്ങൾ ഒറ്റ കാലിൽ ഇന്ത്യയാണിത്. ഞാൻ ഈ പറഞ്ഞത് വേറെ ഏതോ യൂറോപ്പിന്റെ കഥ അല്ല. 2 റക്അത്ത് നമസ്കാരത്തിന്റെ താക്കത്ത് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദർബാറുമായി ഇടപെടിപ്പിക്കാൻ യോഗ്യതയുള്ള ഉലമാക്കൾ ലോകത്തുണ്ടാവുന്ന കാലത്തോളം ലോകം അവരുടെ കീഴിലേക്കുണ്ടാവുക. ലോകം അവരുടെ കീഴിലാണ് ഉണ്ടാവുക. ഇൽമു പഠിച്ച ഔറംഗസീബ് രാജാവിനെ കുറിച്ച് നമ്മളൊക്കെ സാമൂഹ്യ പാഠ പുസ്തകത്തിലൊക്കെ പഠിച്ചത്, അദ്ദേഹം അധികാരത്തിന് വേണ്ടി പിതാവിനെ ജയിലിൽ അടച്ച അക്രമിയും ക്രൂരനുമായ അധികാരിമോഹിയാണ് എന്ന്. സത്യത്തിൽ ഔറംഗസീബിനെ കുറിച്ച് അതേ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയുമായിരുന്നു ജീവിച്ചിരുന്നത്. അതേ സ്കൂൾ ബുക്കിലുണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ തലച്ചോറില്ലാഞ്ഞിട്ടാണ്. എങ്ങനൊരു ഭരണം നേടാനുള്ള ആക്രാന്തമുള്ള അല്ലെങ്കിൽ ദുരാഗ്രഹമുള്ള ഒരു മകൻ എങ്ങനെ തൊപ്പി തുന്നിട്ടും ഖുർആൻ പകർത്തിയിട്ടും ജീവിക്കാം? അദ്ദേഹത്തിന്റെ വരുമാനത്തിന് വേണ്ടി സ്വന്തം കൈകൊണ്ട് ഖുർആൻ എഴുതി. ഇന്നും അത് ലൈബ്രറികളിലുണ്ട്, ദാറുൽ ഉലൂം ദെയ്യൂബന്ദിന്റെ ലൈബ്രറികളിലുണ്ട്. ഔറംഗസീബിന്റെ കൈപ്പടയിൽ എഴുതപ്പെട്ട ഖുർആൻ പകർത്തി എഴുതി. അദ്ദേഹം അതിന്റെ പകർത്തി എഴുതി ആളുകൾക്ക് നൽകുമായിരുന്നു. അതിന്ന് കിട്ടുന്നത് തൊപ്പി തുന്നിട്ട് അതിന്ന് കിട്ടുന്ന ആരാണ്? ഇന്ത്യ ഭരിക്കുന്ന ഏതിന്ത്യ? ബംഗ്ലാദേശില്ല, പാകിസ്ഥാനില്ല,
ശ്രീലങ്കയിലെ ഈ വലിയ ഇന്ത്യ, ഈ ഇന്ത്യ ഭരിക്കുന്ന ഔറംഗസീബ്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അത് തൊപ്പി തുന്നിട്ട് ജീവിക്കേണ്ട എന്ത് ഗതിയാണുള്ളത്. ഇല്ല സഹോദര, അധികാരത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ ജീവിച്ചാൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് കണക്ക് പറയേണ്ടി വരും എന്ന് ബോധമുള്ള ആളായിരുന്നു. ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ബംഗ്ലാദേശിൽ ഞാൻ ഒരിക്കലും യാത്ര ചെയ്ത് ജമാഅത്ത് പോയപ്പം ഒരു സ്ഥലത്തെത്തി. അവിടെ വലിയൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ അവന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അന്ന് പള്ളിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വരി, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഒരു ഒഴിവുള്ള ദിവസം കൊണ്ടുപോയി അദ്ദേഹം കാണിച്ചു. അപ്പം കുതിരകൾ ഇങ്ങനെ കറങ്ങിട്ട് വെള്ളം താഴേന്ന് കയറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് HP ഹോഴ്സ് പവർ, അത് ഇതാണ്. നമ്മൾ HP 1, 2, 3 എന്നൊക്കെ പറയുന്നത്, അര-HP 1 HP എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. ആ HP അത് ഒരു കുതിരയും 2 കുതിരയൊക്കെ വലിക്കുന്ന സ്പീഡാണെന്ന് പറഞ്ഞു. അത്ര കോട്ടല്ലേ ഈ ഇന്ത്യ, അത് ഔറംഗസീബിന്റെ കോട്ടയാണ്. ഈ ഔറംഗസീബ് ഖുർആൻ ഇങ്ങനെ പകർത്തിയെഴുതി അദ്ദേഹത്തിന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു. ഹാഫിളായി. താജ്മഹൽ ഇന്നും ലോകാത്ഭുതത്തിൽപ്പെട്ടതാണ്. അതിന്റെ കൊത്തുപണികൾ നമ്മൾ അവിടെ പോയി നോക്കിയാൽ നമുക്ക് അത്ഭുതപ്പെടും. ഇത്ര മാർബിളിൽ, വെള്ള മാർബിളിൽ അന്ധകാലത്ത് ഇത്ര 20,000 തൊഴിലാളികളോ മറ്റോ അവിടെ എത്ര വർഷങ്ങൾ അധ്വാനിച്ചിട്ടാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഇത് ഇന്ന് ലോകാത്ഭുതങ്ങളിൽ നിൽക്കുന്ന അതേപോലത്തെ ഒന്ന് യമുനന്റെ അക്കരയിൽ, ഒരു യമുന നദിന്റെ തീരത്താണ് ഇതുള്ളത്. അക്കരയിൽ ഒരു കറുത്ത മാർബിൾ കൊണ്ട് ഉണ്ടാക്കണം എന്ന് ഇയാൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് പൊതുജനത്തിന്റെ ഖജനാവ് നശിപ്പിക്കാതിരിക്കാൻ തൽക്കാലം വാപ്പന അങ്ങോട്ടാക്കിയത്. അല്ലാണ്ട് അദ്ദേഹത്തിന് അധികാരത്തിന്റെ കൊതി കൊണ്ടല്ല. അതിനിടയിലാണ് മകൻ ഹാഫിളായത്. ഔറംഗസീബിന്റെ മകൻ ഹാഫിളായപ്പോ മധുരം കൊടുത്തയച്ചു ഷാജഹാൻ ചക്രവർത്തിക്ക്. ഷാജഹാൻ ചോദിച്ചു, എന്താ സംഭവം? ഞാൻ ഹാഫിളായിട്ടുണ്ട്, നീ ഹാഫിളാൻ എനിക്ക് കിട്ടി, എനിക്ക് എന്റെ മോനായാലല്ലേ കിട്ടുള്ളൂ. ചരിത്രത്തിൽ എഴുതുന്നുണ്ട്, മകൻ ആ വാപ്പന്റെ വാക്കിന്റെ പേരിൽ ഔറംഗസീബ് വിശുദ്ധ ഖുർആൻ പഠിച്ചു, ഹാഫിളായി. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എന്നും അധികാരവും അതിന്റെ യശസ്സുള്ളത് ഇൽമിന്റെ അഹ്ലുകാർക്കാണ്. ഇൽമിന്റെ അഹ്ലുകാർക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ്. അദ്ദേഹം ബഗ്ദാദിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഹാറൂൺ റഷീദ് രാജാവ്, മഹാനായ ഹാറൂൺ റഷീദ് വലിയ ഭയമുള്ള ആളായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന ആളായിരുന്നു. ഒരുപാട് റക്അത്തുകൾ ദിവസവും നിസ്കരിക്കുന്ന ആളായിരുന്നു. 100 കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഹജ്ജിന് പറഞ്ഞയക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം മുതലിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് തായിഫിൽ നിന്ന് മിനയിലേക്കും മുസ്ദലിഫയിലേക്കും അറഫയിലേക്കും മക്കയിലേക്കൊക്കെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കനാലുണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ സുബൈദ. ഇന്നും കനാലിന്റെ അവശിഷ്ടങ്ങൾ മക്കയിലുണ്ട്. എത്രയോ കിലോ സ്വർണമാണ് അതിനവർ കൊടുത്തത്. അതിന്റെ കണക്ക് കൊടുത്തപ്പം അവര് എഞ്ചിനീയേഴ്സ് വന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞു, ഇത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല, ബുദ്ധിമുട്ടാണെന്ന്. അവര് പറഞ്ഞു, ബുദ്ധിമുട്ടാണ് എന്ന് ഇവിടെ പറയരുത്. നിങ്ങൾ കൊത്തുന്ന ഓരോ കൊത്ത്, നിങ്ങൾ പിക്കാസ് കൊണ്ടോ കൈക്കോട്ട് കൊണ്ടോ ഓരോ കൊത്ത് കൊത്താണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തരണമെങ്കിൽ അത് ഞാൻ തരും, പക്ഷെ നിങ്ങൾ നടപ്പിലാക്കണം. അതിന്റെ എഞ്ചിനീയേഴ്സ് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് കണക്ക് കൊടുത്തപ്പം ആ കണക്ക് മുഴുവൻ കീറിയിട്ട് നദിയിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഇത് ഞാൻ എന്റെ റബ്ബിന് ചെയ്തതാണ്. കൂടെ കടന്ന ഹാറൂൺ റഷീദിന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ് ഇത് ചെയ്തത്. അദ്ദേഹം വലിയ തഖ്വയുള്ള മുത്തഖിയാളായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ കൊട്ടാരത്തിന്റെ അടുക്കലൂടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരിയുടെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുമായി ഇങ്ങനെ പോവാൻ പെട്ടെന്ന് ഒരു വലിയ ഘോര ശബ്ദം കേട്ടു. രാജാവ് ആകെ ഭയപ്പെട്ടു. കോട്ട കീഴടക്കാനും അല്ലെങ്കിൽ രാജ്യം കീഴടക്കാൻ വേണ്ടി ഏതോ ശത്രു സൈന്യം വന്ന് ശബ്ദിക്കാണെന്നുള്ള നിലയിൽ പെട്ടെന്ന് ഹുക്കുമൊക്കെ പുറപ്പെടുവിച്ചു. പുറത്തിറങ്ങി നോക്കുമ്പം കുറെ മനുഷ്യരിങ്ങനെ പോകുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ കൂട്ടത്തിൽ റഹിമഹുല്ലാഹ്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് തുമ്മിയപ്പം അൽഹംദുലില്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പം യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ശബ്ദാണ് ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തെ ഉറപ്പിച്ചത്. നിങ്ങൾ പറയും, ആരാണ് അധികാരി?
ലോകത്ത് അധികാരത്തിന്റെ ഉടമകൾ ആലിമീങ്ങളാണ്, സംശയമില്ല. ലോകത്തെന്നും ഉലമാക്കൾ അവരുടെ ഖദർ, അവരുടെ ഇൽമിനെ അവർ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അവർ തഖ്വയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് മഅലൂമാത്താണ്, വിവരങ്ങളാണ് ഇൽമ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് തെറ്റും. കാരണം വിവരം നമ്മളെക്കാളൊന്ന് നമ്മളെ സോഫ്റ്റ്വെയറിനുണ്ട്. എന്തു ചോദിച്ചാലും പറഞ്ഞുതരും. ചാറ്റ് GPT അല്ലാത്ത BT ഒക്കെ ഉണ്ടല്ലോ, എന്തു ചോദിച്ചാലും പറഞ്ഞുതരും. അത് മൊബൈലിനെ വെച്ചിട്ട് നമുക്ക് ഇതാക്കാനൊന്നും പറ്റൂല. അത് വലിയ ആലിമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ മഅലൂമാത്തല്ല ഞാൻ പറഞ്ഞത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആളാവണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ് തകുൻ അലമൻ നാസ്. നീ തഖ്വ ഉണ്ടാക്ക്, നാ ജനങ്ങളിൽ ഏറ്റവും വലിയ ഇൽമുള്ള ആൾ നീ ആയിരിക്കും. ഇൽമ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഖൗഫ് ഉണ്ടാക്കലാണ്, അള്ളാഹുവിന്റെ ഭയം ഉണ്ടാക്കലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ ഭയം അതുണ്ടാക്കലാണ്. ഇൽമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അതുണ്ടാവണം, അതാണ് ആർജിച്ചെടുക്കേണ്ടത്. നമ്മുടെ മദ്രസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രം. ഞാൻ വീണ്ടും പറയാം, ഇന്ന് ഇബ്രാഹിം ഹാജിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കുമാറാവട്ടെ, അദ്ദേഹം ഈ വാക്ക് ആവർത്തിക്കുമായിരുന്നു. ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത് ഇൽമ് മാത്രം ഉണ്ടാക്കാനല്ല, ഇൽമും തഖ്വയും ചേർത്ത് നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് ലോകത്തുള്ള മനുഷ്യരുടെ കൈക്ക് പിടിച്ച് അവരെ സ്വർഗത്തിന്റെ സൽപാന്താവിന്റെ ഹിദായത്തിന്റെ നന്മയുടെ തഖ്വയുടെ വഴി കാണിക്കണം. അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് സ്ഥാപനം നടത്താൻ അറിയില്ലെന്ന് മൂക്ക് കീപ്പട്ടായ ഒരൊറ്റ കുട്ടി കേരളത്തിൽ പറയില്ല. സ്ഥാപനം നടത്തിയ അത്ര വ്യക്തി പ്രഭാവം കാണിച്ച ഒരാളാണ് ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിന് എങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തേണ്ടതെന്ന് അറിയാം, അദ്ദേഹത്തിന് എന്താ സ്ഥാപനം നടത്തേണ്ടതെന്ന് അറിയാം, എല്ലാം വ്യക്തമായി അറിയുന്ന ആളാണ്. പിന്നെ അദ്ദേഹം ഇത്ര വലിയ ഒരു വരുമാനം ഇങ്ങോട്ടില്ലാത്ത ഒരു സ്ഥാപനത്തിന് വേണ്ടി കണ്ടമാനം ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഒരു പൈസ അദ്ദേഹം ചെലവാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. മലപ്പുറം ജില്ലയിൽ മദ്രസക്ക് എന്ത് കുറവാണുള്ളത്? മദ്രസയിൽ വലിയ വലിയ അറബി കോളേജുകൾ, അന്ന് മദ്രസകൾ മലപ്പുറം ജില്ലയിലുണ്ട്. പക്ഷേ ഈ നാട്ടിൽ വന്നിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വഴി തുറന്നു, ദഅവത്തിന്റെ തബ്ലീഗിന്റെ പരിശ്രമത്തിന്റെ പേരിൽ. ദുബായിൽ നിന്ന് മൂസ മൗലാന റഹിമഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കുമാറാവട്ടെ. സുബൈർ ഹാജി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഖബറിനെയും അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അവരുടെ ഒരു സംഘം ദുബായിലെത്തി, കണ്ട് സംസാരിച്ചു. അങ്ങനെ സുബൈർ ഹാജിക്ക് ഒരു മദ്രസ ജാമിയ കൗസരിയ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം ഒരു കച്ചവടക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വേഗം കത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മദ്രസ വേണം. ആ മദ്രസക്ക് സ്ഥലം കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിയോഗം, അവന്റെ ഖുദ്റത്ത് എന്ന് പറയാം, മലപ്പുറം ജില്ലയിലെ നെഞ്ഞകത്ത് സ്ഥലം എത്തിക്കുകയും അന്ന് ആൾ താമസങ്ങളില്ലാത്ത ജീവികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണിത്, മനുഷ്യവാസം കുറവുള്ള സ്ഥലം. അവിടെ വന്ന് സ്ഥാപനം ഉണ്ടാക്കി. ഇന്നിത് പ്രകാശിച്ചു, ഇന്ന് ലോകത്ത് അഡ്രസ്സായി. അന്ന് അത്ര പൈസ ചെലവാക്കുമ്പോൾ അദ്ദേഹത്തിനോട് മദ്രസ ഇല്ലാഞ്ഞിട്ടോ ആലിമികൾ ഇല്ലാഞ്ഞിട്ടോ അല്ല, ബാക്കി മദ്രസകൾക്കൊക്കെ പൈസ കൊടുക്കുന്ന ആളാണ് അദ്ദേഹം. ദഅവത്തിന്റെ പരിശ്രമത്തിനോട് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത എല്ലാ മദ്രസക്കാർക്കും പൈസ കൊടുക്കലുണ്ട്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ആലിമികളെ മാത്രം ഉണ്ടാക്കല്ല, എനിക്ക് ദായികളായ ഉലമാക്കൾ ഉണ്ടാവണം. അത് അദ്ദേഹത്തിന്റെ കൊതിയാണ്, അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ഒരു പള്ളി ഉണ്ടാക്കി. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, മഖ്ബൂൽ മൗലവിക്ക് പള്ളി ഉണ്ടാക്കാൻ വേറെ സ്ഥലം ഇല്ലായിട്ടല്ല, ആ കേന്ദ്രത്തിൽ ഒരു പള്ളി നമുക്ക് ആവശ്യമാണ്, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നമ്മളെ പരിശ്രമത്തിന് ഉപകാരം ഉണ്ടാവണം, അതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതിന്റെ കാഴ്ചപ്പാട് എന്താണ്. അദ്ദേഹം സമ്പത്ത് ചെലവാക്കുന്ന അദ്ദേഹത്തിന് വലിയ വരുമാനം ഉണ്ടാക്കാനാണ്. ഈ ആലിമീങ്ങൾക്ക്, ഈ മുതഅല്ലിമീങ്ങൾക്ക് ഇവർക്ക് ഇത്ര വലിയ സൗകര്യം, ഇത്ര വലിയ സെറ്റപ്പ് ഒക്കെ ചെയ്തു. ഇപ്പം അവരുടെ മക്കൾ, അവർക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം, അവർക്ക് ഈ പൈസ ദുബായിൽ ഇറക്കിയാൽ എന്താ പൈസ ഉണ്ടാക്കാൻ അവർക്കറിയാം. അവരും ഇതിന്റെ പിന്നാലെ കൂടുന്നത് ദായികളായ ഉലമാക്കൾ ഉണ്ടാവണം. ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയവർ ഒരുപാട് മനുഷ്യർക്ക് വഴി കാണിക്കണം, ഒരുപാട് മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ഇൽമു ഉപകാരപ്പെടണമെങ്കിൽ ദഅവത്തിന്റെ മൈതാനത്ത് ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി, അതിന്റെ വഴിയിൽ ചീത്ത കേട്ടു, തങ്ങളെ ഉപദ്രവിച്ചു. നിങ്ങൾ ഒറ്റക്ക് സങ്കല്പിക്കുക, ഒരു മുഖം
ലോകത്ത് ഏറ്റവും സൗന്ദര്യം നൽകപ്പെട്ട ആൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതാര് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞിട്ടാണ്. മുഴുവൻ നബിമാരുടെയും മുഴുവൻ വിശേഷണങ്ങളും ചേർന്ന ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാമ സുലൈമാൻ നദ്വി റഹിമഹുല്ലാഹ് അദ്ദേഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നല്ല ഉപമ ഉപമിച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ നബിമാരുടെയും മുഴുവൻ സൽഗുണങ്ങളും ചേർത്ത് കെട്ടിയ പുഷ്പങ്ങളുടെ ഒരു ബൊക്ക പോലെയാണ്. മൊത്തം ബൊക്ക, ഫുൾ ഗുണങ്ങൾ ചേർത്തിട്ടുണ്ട്. നബിതങ്ങൾ സാഹസങ്ങളുടെ സൗന്ദര്യം അത്ര വലുതാണ്. പ്രകാശം, നബിതങ്ങൾ സാഹസങ്ങൾ വന്നാൽ പ്രകാശിക്കും. ചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്ന നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് ആൾക്കാർ തുപ്പി. നിങ്ങൾ ആലോചിക്കും, ഒരു ചില ബാത്റൂം ഒക്കെ വളരെ വൃത്തിയാക്കിയാൽ നമുക്കവിടെ ചെരുപ്പിട്ട് ചവിട്ടാനും കൂടി തോന്നൂല. ബാത്റൂമാണത്. പക്ഷേ ഇത്ര പ്രകാശിക്കുന്ന മുഖത്തേക്ക് ആൾക്കാർ തുപ്പിയത് എന്തിനാണ്? ആ പുന്നാര മുഖത്തേക്ക് ആൾക്കാർ തുപ്പി. തങ്ങളെ ചീത്ത പറഞ്ഞവർ, തങ്ങളെ മേൽ മണ്ണു വാരിയിട്ടു. ആ സുഗന്ധമുള്ള വിയർപ്പിന് സുഗന്ധം, പ്രകാശിക്കുന്ന മുഖം, ആ നബിതങ്ങൾ സാഹസങ്ങളെ മണ്ണു വാരിടാൻ എങ്ങനെ സാധിക്കും? സാധിച്ചത്, തങ്ങളത് സഹിച്ചത് എന്തിനാണ്? എനിക്ക് പിന്നിൽ വരുന്ന എന്റെ ഉലമാക്കളുണ്ട്. അവർക്ക് എവിടുന്നെങ്കിലും ബസാറിൽ ഒരു ചീത്ത കേൾക്കുമ്പോൾ അവരെന്നെ ഓർക്കട്ടെ, ഞങ്ങളെ നബിയെ മുഖത്തേക്ക് തുപ്പിയിട്ടില്ലേ, ഞങ്ങളെ നബി തങ്ങളുടെ മേൽ മണ്ണ് വാരിയിട്ടിട്ടില്ലേ, അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങളെ നബി തങ്ങളുടെ അനന്തരവാസികളാണ്. അനന്തരവാസികൾ എന്ന് പറഞ്ഞത് അതും കൂടിയാണ്. വാപ്പക്ക് 4 മക്കളുണ്ട്. വാപ്പ മരണപ്പെട്ടു പോയി. മൂത്താൾ ഒരു ഫാക്ടറി, അതിലേന്ന് വാപ്പ ഉള്ളപ്പം തന്നെ ആ ഫാക്ടറി കൊണ്ടുവരുന്നത് ആ മകൻ, മൂത്ത മകൻ. രണ്ടാമത്തെ മകൻ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവൻ അതായിരുന്നു കൊണ്ടുവരുന്നിരുന്നത്. മൂന്നാമത്തെ മകൻ കൃഷിയുണ്ട്, റബ്ബറും അതേമാതിരി തോട്ടങ്ങൾ, തെങ്ങും തോട്ടങ്ങളൊക്കെ, അവൻ അതേന്ന് കൊണ്ടുവരുന്നിരുന്നത്. 4ാമത്തെ മകൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ, ഓന് ജോലിയൊന്നും അയച്ചില്ല. ഇതിനിടയിൽ വാപ്പ മരിച്ചു. അങ്ങനെ എല്ലാവരും കണക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ വാപ്പക്ക് 1 കോടി രൂപ കടണ്ട്. വാപ്പന്റെ സ്വത്തായിട്ട് ഒരു 15 കോടി രൂപ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അനന്തര സ്വത്ത് വീതിക്കും പറഞ്ഞു. ജ്യേഷ്ഠൻ പറഞ്ഞു, വാപ്പുള്ള കാലത്ത് തന്നെ കമ്പനി നടക്കുന്ന ആൾ ഞാനാണ്, അതുകൊണ്ട് കമ്പനി ഞാൻ. അനുജൻ പറഞ്ഞു, സൂപ്പർ മാർക്കറ്റ് ഞാനാ കൊണ്ടുവരുന്നത്, ഞാൻ കൊണ്ടുവരുന്നോളാം. മറ്റവൻ പറഞ്ഞു, കൃഷിയൊക്കെ കൊണ്ടുവരുന്ന ആൾ ഞാനാണ്, തോട്ടങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നോളാം. ചെറിയ അനുജനോട് ഇവൻ എന്താ കൊടുക്ക? വാപ്പക്ക് 1 കോടി രൂപ കടണ്ട്, അത് ഓൻ എടുത്തോട്ടെ. അനന്തര സ്വത്ത് പൂർത്തിയായോ? അനന്തര സ്വത്ത് പൂർത്തിയായിട്ടുണ്ടോ? പൂർത്തിയാവൂല. അനന്തര സ്വത്തിന്റെ വീതം വെക്കൽ പൂർത്തിയായിട്ടില്ല, ശരിയായിട്ടില്ല. കാരണം കടത്തിലും ഈ 3-4 മക്കളും ബാധ്യസ്ഥരാണ്. പാപ്പന്റെ കടത്തിൽ ഇതേപോലെ സ്ഥാനത്തിന് മാത്രമല്ല നമ്മൾ അർഹർ. നബിതങ്ങൾ കൊണ്ട ഏറിന്, തായിഫിൽ കൊണ്ട ആ ഏറുണ്ടല്ലോ കല്ലിന്റെ, അതിനീ ഇരിക്കുന്ന ഞാനും നിങ്ങളും അനന്തരാവകാശികളാണ്. തങ്ങളുടെ മുഖത്ത് തുപ്പിയതിന്റെ അതിന്റെ അനന്തരാവകാശികളാണ് നമ്മൾ. വയറിൽ കല്ല് വെച്ച് കെട്ടിയില്ല പുന്നാര നബി ഖന്തക്കിന്റെ മൈതാനിയിൽ. സഹാബി 1 കല്ല് വെച്ച് കെട്ടിയപ്പോൾ തങ്ങൾ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെയും കൂടി അവകാശികളാണ് ഞാനും നിങ്ങളും. ഇതാണ് നമ്മൾ അനന്തരവാസികൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ മൈതാനത്ത് ഇറങ്ങണം. ഈ മൈതാനത്ത് ഇറങ്ങൽ നമ്മളെ പണിയാണ്. കാരണം ഉമ്മത്തിന് അള്ളാഹ് അറിയില്ല. ഉമ്മത്ത് ഏതോ ഗഫ്ലത്തിന്റെ വഴികളിലാണുള്ളത്. ഇവരെ രക്ഷപ്പെടുത്തണം, ഇവരെ നന്നാക്കണം. ആത്മഹത്യ വർദ്ധിക്കുന്നുണ്ട്, കടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ആളുകളുടെ ജീവിതങ്ങൾ ദുസ്സഹമായി ജീവിക്കാൻ ടെൻഷന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എന്താ ചെയ്യാ? അവർക്ക് കൈപിടിച്ച് അവർ അള്ളാനെ പഠിപ്പിച്ചു കൊടുത്താൽ, അള്ളാനെ മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ പ്രശ്നം തീരും. എന്നാൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, അള്ളാഹിലേക്ക് ചേർത്ത് കൊടുക്കുക, അള്ളാഹിനെ എങ്ങനെ അനുസരിക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് ഗലികളിലും കമ്പോളങ്ങളിലും ഇടവഴികളിലും മനുഷ്യരെവിടെയുള്ളത് അവിടൊക്കെ നമ്മൾ പോകണം. അതിനുള്ള ഇതാണ് നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് തരുന്നത്. ഇൽമിന്റെ സനദിന്റെ കൂട്ടത്തിൽ ദഅവത്തിന്റെ സനദും കൂടി തരുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ നിർത്തുകയാണ്. കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹാഫിളുകളായ അവരുടെ മക്കൾ, മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതാ ഈ മക്കൾ ഹാഫിളായി എല്ലായി ഈ കിരീടം വെച്ചിട്ട് സ്വർഗത്തിലൂടെ അങ്ങനെ കട്ടൻ ചായം കുടിച്ച് നടക്കാം എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നിങ്ങൾ വ്യാമോഹാണ്.
അനുസരിച്ച് അമൽ ചെയ്യുന്നവർ എന്ന ഹദീസിന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുണ്ട്. വഅമില ബിമാ ഫീ, അതനുസരിച്ച് ഖുർആനിലുള്ളത് അമൽ ചെയ്യുന്നവർ അവരുടെ മക്കൾക്കാണ്, അവരുടെ മാതാപിതാക്കൾക്കാണ് സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം നൽകുന്നത്. അതുകൊണ്ട് മക്കളെ ഇൽമ് പഠിപ്പിക്കാൻ വിടണം. മാഷാ അല്ലാഹ് മുഹമ്മദ് സാഹിബ് ഇവിടുത്തെ സ്ഥാപനത്തിൽ നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. ഇതിന്റെ വലിയൊരു സംഭവം എന്താ നിങ്ങൾക്കറിയോ? ഈ ഖുർആൻ പഠിച്ച കുട്ടിക്ക് നമ്മൾ വിചാരിക്കേണ്ടത് ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര ഐക്യാണെന്നൊക്കെ. ഇവിടെ ഖുർആനാണ് ഏറ്റവും ഭാരമുള്ള വചനം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഖുർആൻ അല്ലാഹു പറയാൻ ഭാരമുള്ള വചനാണ് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നത്. നിങ്ങൾക്ക് തരുന്നത് ഭാരമുള്ള വചനാണ്. വഹി വരുമ്പം ഒട്ടകത്തിന്റെ പുറത്താണെങ്കിൽ ഒട്ടകം ഇരുന്നു പോകും. ശക്തമായ തണുപ്പിൽ പോലും ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം വിയർക്കുമായിരുന്നു. അത്രത്തോളം ഭാരമുള്ളതാണ് ഈ ഖുർആൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആൻ നിങ്ങൾ ഒരു മലന്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭയത്തിന്റെ പേരിൽ പൊട്ടിപ്പിളരുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. അത് വഹിക്കുന്നവരാണ് ഇവർ. മലനോട് താങ്ങാൻ പറ്റാത്തത് വഹിക്കുന്ന ആൾക്കാരാണ് ഈ മക്കൾ. എന്നിട്ട് ഇവർക്ക് നിങ്ങളെ SLCന്റെ H2Oയും മറ്റേതൊക്കെ വലിയ പണിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മോമോല് പറഞ്ഞല്ലോ എല്ലാത്തിലും ഫസ്റ്റ് ആണ്. എങ്ങനെ ഇവർക്ക് കിട്ടാതിക്ക? ഇവർ ഇത്ര ഭാരമുള്ള വചനം തലയിൽ പേറുന്നവരാണ്. ഇവരെ ഹൃദയം സാഫാണ്, പരിശുദ്ധമായ ഹൃദയത്തിന്റെ മക്കളാണ്. നിങ്ങൾ ഒറ്റ ആലോചിക്കും. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടായപ്പോഴും പറഞ്ഞിരുന്നു. ഹാഫിളിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടിയപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. ഇത് പറയാൻ പറ്റൂല. ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവര് 10, 13, 14 കൊല്ലങ്ങളൊക്കെ മദ്രസയിൽ ചെലവാക്കിയവരാണ്. മദ്രസന്റെ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ചെലവാക്കിയവർ. ഇവരെ പോലത്തെ മക്കൾ ഇന്ന് ജയിലറകളിലുണ്ട്. ജയിലറകളിൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന വേണ്ടാത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. കുടുംബത്തിന്റെ തലവേദനകളായവരുണ്ട്. ഇവരെ പ്രായമുള്ളവർ. ഈ മക്കളോ, ഈ മക്കള് ഒറ്റ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കാതെ, മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കാതെ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന, രാവിലെ സുബഹിക്ക് 4 മണിക്ക് ഖുർആൻ ഓതി തുടങ്ങും, വൈകുന്നേരം ഉറങ്ങുന്നത് വരെ ഖുർആൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് കേട്ട് നടക്കുന്ന ഒരു നല്ല മക്കൾ നാളെ മഹ്ശറയിൽ ഉണ്ടാവും. നിങ്ങളുടെ ആയുസ് ആയുസ് എങ്ങനെ ചെലവാക്കിയെന്ന് ചോദിക്കും. അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം കൊണ്ടുണ്ട്, യുവത്വം എങ്ങനെ ചെലവാക്കി. അതിൽ നമ്മളെന്താ പറയാ? നമ്മളെ മക്കളൊക്കെ യുവത്വം പോയതെന്നെ അറിയില്ല. പക്ഷെ ഈ മക്കൾ അള്ളാഹുവിന്റെ ദീൻ കേട്ട് വളർന്നു. ഈ ഉമ്മക്കും വാപ്പക്ക് സമാധാനായിട്ട് കിടന്നുറങ്ങിക്കൂടെ വീട്ടിൽ? അതുകൊണ്ട് മക്കളെ ഇൽമു പഠിപ്പിച്ചോളി. ഇതിനേക്കാളും വലുത് ലോകത്ത് വേറൊന്നും പഠിപ്പിക്കാനില്ല എന്ന് വിചാരിക്കണ്ട. ഇതാണ് ഏറ്റവും വലുത്. മറ്റൊരു കാര്യം ചിന്തിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ മക്കള് ഇൽമു പഠിച്ചാല് ഒരു ദുനിയാവിൽ നമ്മളെ കുടുംബക്കാര് ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, കലക്ടർമാര്, മറ്റവരൊക്കെ ഉണ്ടാവുമ്പോ ഓരോ ഇടയിൽ നമ്മളെന്താ ആവുക എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓരൊന്നും ആവൂല. ഇവർക്ക് തന്നെയാണ് എന്നും വില ഉണ്ടാകുക. ഇവർക്ക് അല്ലാഹു നൽകിയ വിലനേക്കാൾ വലിയൊരു വില ദുനിയാവിൽ ആർക്കും കൊടുക്കാൻ പറ്റൂല. നുബുവത്തിന്റെ നാവ് കൊണ്ട് പറയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന്. ഇത് നബി തങ്ങൾ പറഞ്ഞാൽ അപ്പത്ത് വേറെ ആരുണ്ടാവുക? അതുകൊണ്ട് മക്കളെ ധൈര്യസമേതം, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, മക്കളെ ധൈര്യത്തിൽ ഇൽമിന്റെ വഴിയിൽ നിങ്ങൾ അയക്കി. എല്ലാ സംവിധാനങ്ങളുള്ള ഇത്ര വലിയൊരു സംവിധാനമുള്ള സ്ഥാപനത്തിൽ ഒരു കുട്ടീനെ പഠിപ്പിക്കണമെങ്കിൽ എത്ര പൈസ ചെലവാക്കണം? നിങ്ങളോട് എന്തെങ്കിലും ഡൊണേഷൻ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഡൊണേഷൻ തരീൻ? ഏതെങ്കിലും വാപ്പനോട് ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളെ പള്ളിന്റെ പണിയെടുക്കണ്ട്, എന്തെങ്കിലും തരീൻ? ബിൽഡിങ്ങിന്റെ പണിയെടുക്കേണ്ട എന്തെങ്കിലും തരീൻ? ഞാൻ സാധാരണ എപ്പോഴും മറ്റു ഉലമാക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരം നടക്കുമ്പോൾ നമ്മളൊന്നും വാങ്ങില്ല, നമ്മളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അവരിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ബാക്കിയുള്ള ഉലമാക്കളുടെ ഒരു കൂട്ടം, നമ്മളെ ദാവത്തിന്റെ വഴിയല്ലാത്ത മറ്റു വഴികളിലുള്ള ഉലമാക്കളുടെ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മക്കത്ത് നിന്നാണ്
ഒരു ലോഡ്ജിൽ കുറെ അമീർമാരൊക്കെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ ജീവിതത്തിൽ കലണ്ടർ വെക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കലണ്ടർ വിറ്റിട്ട് നിങ്ങൾ കൊണ്ടുവരി, എന്നിട്ട് നമ്മളെ സ്ഥാപനം നടത്താം എന്ന് പറയേണ്ട ഗതികേട് വരാത്തോണ്ടാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടാൻ പോവാത്തത്. നിങ്ങൾ ഒറ്റ ആലോചിക്കും, ഇത്ര വലിയൊരു സ്ഥാപനം, എത്ര ഉസ്താമാർ അവിടെ പറഞ്ഞത്, ഈ ഉസ്താമാർക്ക് സാലറി കൊടുക്കണം, ഇവിടുത്തെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം. ഇത്ര വലിയൊരു സംരംഭം തന്നിട്ട് നമ്മളെ മക്കളെ ഈ അങ്കണത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇനിയും പറ്റൂല എന്ന് പറഞ്ഞു പോകുന്നവർ നാളെ റബ്ബിന്റെ മുമ്പിൽ കൈകടിക്കേണ്ടി വരും. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഇസ്ലാമിന്റെ ഫിത്രത്തോട് കൂടിയാണ് ജനിക്കുന്നത്. ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനി, അവരുടെ മാതാപിതാക്കൾ അവരെ യഹൂദിയും മജൂസിയും നസ്രാനിയൊക്കെ ആക്കുകയാണ്. മക്കളെ കേടത്തിന് വേറെ ആരുമല്ല, വാപ്പിയമ്മയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുടിച്ചുണ്ടോ, എന്നിട്ട് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ഒരു മണ്ണം കട്ടി ഉണ്ടാവില്ല. എന്നിട്ട് വാപ്പാരിങ്ങനെ കരയാ, വാപ്പാര് സങ്കടപ്പെടുക. ഇന്നിതിലുണ്ടാവും സങ്കടപ്പെടുന്ന വാപ്പാര്. കാരണം ഓരോ മക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ടാവും, പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണത്തിന്റെ പേരിൽ അമ്മോന്റെ അമ്മായിന്റെ മൂത്തമ്മന്റെ ആരെങ്കിലുമൊക്കെ തെഷ്കീലിന്റെ പേരിൽ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. എന്നിട്ട് ഇന്ന് ഈ കുട്ടികൾ കുപ്പായിട്ട് നിൽക്കണ കാണുമ്പോൾ സങ്കടത്തോട് കൂടി നിൽക്കുന്നുണ്ടാവും. വാപ്പക്ക് എന്തായാലും കൂടി ഉണ്ടാവും, ബേജാറാവണ്ട. കാരണം അയാൾ ഉറച്ചു നിന്നിട്ടുണ്ടാവും. പലപ്പോഴും ഉമ്മമാരുടെ ഭാഗമാണ് ഈ ഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാവൽ. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറച്ചു നിന്നോളിൻ. നിങ്ങളെ അമ്മക്കും നിങ്ങളെ വാപ്പക്കും തീർച്ച ഈ മക്കൾ ദുനിയാവിൽ ആഖിറത്തിൽ ഉപകാരപ്പെടും. നിങ്ങൾ സംശയിക്കണ്ട. ഇവിടെയാണ് സംസ്കാരം പഠിപ്പിക്കുന്ന സ്ഥലമുള്ളത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ല് മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഖുർആൻ ഇത് ലോകത്ത് ഇത് മാത്രം പഠിപ്പിക്കുന്ന ഖുർആൻ മാത്രമേ ഉള്ളൂ. വേറെ എത്ര വലിയ സിവിൽ സർവീസ് പാസ്സായി IAS IPS പാസ്സായാലും എന്റെ ഉമ്മനെ ബഹുമാനിക്കണം, എന്റെ വാപ്പനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു വരി കൂടി അവിടെ ഉണ്ടാവില്ല. അത് മുഴുവനുള്ളത് ഈ ഖുർആനിൽ ഈ ഹദീസിലുള്ളത്. അതുകൊണ്ട് എന്റെ അമ്മനെയും വാപ്പനെയും സ്നേഹിക്കലും ബഹുമാനിക്കലും അവരെ കൊണ്ടിറക്കലൊക്കെ ഞങ്ങളെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുന്ന മക്കൾ ജീവിതത്തിൽ ഉണ്ടായാൽ അത് കാര്യം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളെ മക്കൾ അതും ഇതൊക്കെ ആയി അവസാനം ഞങ്ങളെ നോക്കാൻ നേരം ഉണ്ടാവില്ല അവർക്ക്, അവർ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. അല്ലാഹ് നമ്മളെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ഹാഫിദീങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ ആലിമീങ്ങളാക്കാനുള്ള ഇൽമിന്റെ വഴിയിൽ ചേർക്കണം. ഇത്ര സെറ്റപ്പുള്ള വേറെ സ്ഥാപനം നിങ്ങൾക്ക് തെരഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് ആ രീതിയിൽ മക്കളെ പഠിപ്പിക്കണം. കുറെ രക്ഷിതാക്കൾ ഇവരെ ബന്ധുക്കളായി വന്നവരുണ്ടാവും. ഇവരോട് ഞങ്ങളോട് പറയാൻ, ഹാഫിദീങ്ങളെ ആലിമീങ്ങളെയും ബന്ധുക്കളാണ് ഈ ഇരിക്കുന്നവർ. ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഓരേതോ ഒരു പള്ളിയിലെ മൊല്ലാക്കയോ മൊയ്ലിയാരോ ആവാൻ വേണ്ടിയിട്ടാണ് എന്റെ അഞ്ചത്തിന്റെ മോൻ പോയത്, എന്റെ ജ്യേഷ്ഠത്തിന്റെ മോൻ പോയത്, അല്ലെങ്കിൽ എന്റെ അളിയന്റെ മോൻ പോയത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ രാത്രി കൊണ്ട് നിങ്ങൾ ആ തെറ്റിദ്ധാരണ മാറ്റിയേക്കി. ഇല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങളും കൈകടിക്കേണ്ടി വരും. ഇൽമിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കണം. ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ ഇൽമുണ്ടാവുള്ളൂ. മൗലാന മൂസ റഹിമഹുല്ലാ, മൂസ മൗലാന സ്ഥിരമായി പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഇൽമിനെ ബഹുമാനിക്കുന്നവരുടെ വീട്ടിൽ മാത്രമേ ആലിമീങ്ങൾ ഉണ്ടാവുള്ളൂ. ഇൽമിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുന്നവരുടെ വീട്ടിലെ ആലിമുണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഇബ്രാഹിം ഹാജിക്ക് ഈ തൗഫീഖ് ഉണ്ടായത് ഇബ്രാഹിം ഹാജിന്റെ ഫാമിലി, ഉമ്മ വാപ്പ ഒരു ഇൽമിനെ സ്നേഹിക്കുന്നവരായിരുന്നു, ഉലമാക്കളെ സ്നേഹിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഉലമാക്കളുടെ ഒരു ശൃംഖല ആ അമ്മന്റെ വാപ്പന്റെ ഒക്കെ ഖബറിലേക്ക് കിട്ടാൻ മാത്രം മകനെ അല്ലാഹു സെറ്റപ്പിലാക്കി. ഇൽമിനെയും ഉലമാക്കളെയും മൂസ മൗലാനോടുള്ള ആ സ്നേഹത്തിന്റെ പേരിലാണ് ദുബായിൽ സമയം കൊടുത്തത്, അല്ലാണ്ട് വേറൊന്നും ഉണ്ടല്ല. ഈ ഇൽമിനോടുള്ള സ്നേഹങ്ങൾ നിലനിർത്തണം. നിങ്ങളെ മക്കളെയും ഇൽമിന്റെ സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കണം. മാഷാ അല്ലാഹ്, കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ദഅവത്തിന്റെ വഴിയിലുണ്ട്. മലപ്പുറം ജില്ലയിലുണ്ട്, കോഴിക്കോടിന്റെ എല്ലാ ജില്ലയിലും. എന്തായാലും നിങ്ങളെ മക്കളെ ഇൽമിന്റെ വഴിയിൽ ചേർക്കണേ, ഈ ഇൽമിന്റെ സ്ഥാപനത്തിനെ സ്നേഹിക്കണേ. എന്നും നിങ്ങളുടെ ദുആയിൽ ഈ സ്ഥാപനത്തെയും ഇവിടത്തെ പഠിപ്പിച്ച അധ്യാപകർ ഇവർക്കൊക്കെ ഈ കഴിവുകൾ നേടിയെടുക്കാൻ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കുമ്പോ അലിഫും ബാവും താവും സാവും ജീമും ചേർത്ത് പറയാൻ അറിയാത്ത മക്കളാണ് ഇന്ന് അറബി സമാജങ്ങളും ഉറുദു സമാജങ്ങളും ഇംഗ്ലീഷ് സമാജങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഇവരുടെ ലേഖനങ്ങളും ഇവരുടെ എഴുത്തുകളും ഇവരെ ഇത്രത്തോളം പ്രാപ്തരാക്കാൻ വേണ്ടി അധ്വാനിച്ച നീണ്ട ഒരു നില ഉസ്താദുമാരുടേതുണ്ട്. അവരെ മറക്കരുത്.
അവരെ മറക്കരുത്. ഇതിന്റെ സ്ഥാപകർ, ഇതിന്റെ മുത്തവല്ലിമാർ, ഇതിന് സമ്പത്ത് ചെലവഴിക്കുന്നത് എല്ലാവരുടെയും പേരിൽ നമ്മൾ എപ്പോഴും ദുആ ഉണ്ടാവണം. ഇതാണ് ഒരു നന്ദിയുടെ ഭാഗം എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ മക്കളെ ഇൽമിന്റെ വഴിയിലാക്കണം. ഈ ഉലമാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഉമ്മത്തിനെ ഏറ്റെടുക്കണേ. നിങ്ങൾ ദഅവത്തിന്റെ വഴിയിൽ മറക്കാതെ, മടി വിചാരിക്കാതെ, അന്തസ് നോക്കാതെ, ജനങ്ങൾ തുപ്പിക്കോട്ടെ, ജനങ്ങൾ വഴക്ക് പറഞ്ഞോട്ടെ, ജനങ്ങൾ ഭ്രാന്തൻ എന്ന് വിളിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ നബിമാരെ വിളിച്ചതാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഖുർആൻ പറയാണ്, മാ അൻത ബിനിഅമതി റബ്ബിക, നബിയെ തങ്ങളെ റബ്ബിന്റെ നിയമത്ത് കൊണ്ട് തങ്ങളല്ല ബിമജ്നൂൻ, ഭ്രാന്തനല്ല. ആൾക്കാർ ഭ്രാന്തൻ വിളിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മളെയൊക്കെ വിളിക്കും. നിങ്ങൾ പ്രശ്നമാക്കണ്ട. നിങ്ങൾ ധൈര്യസമേതം അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്ത്, രാജ്യങ്ങൾ യാത്ര ചെയ്ത്, ദീനിന്റെ ദഅവത്തിന്റെ മുബാറക്കായ പരിശ്രമത്തിന്റെ വഴിയിൽ നിങ്ങളുടെ കഴിവുകളും യോഗ്യതകളും സമ്പത്തും ചെലവഴിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ ആഗ്രഹം പറയാണ്. നമ്മുടെ മുത്തവല്ലി മരിച്ചുപോയ ഇബ്രാഹിം ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ, അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു വാക്കിതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദഅവത്തിന്റെ വഴിയിൽ സജീവമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ ഇബാദത്താണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലുണ്ട്, ദുആല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പോട് കൂടി നിങ്ങൾ ദുആ ചെയ്യുക. അതുകൊണ്ട് ദുആ ചെയ്യുന്ന ആളെ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ആമീൻ അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാവും. ഒരുപാട് ആലിമീങ്ങളുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാപങ്ങൾ എന്താണെന്ന് അറിയാത്ത മക്കളാണ് ഇവർ. ഇവർക്കാണെങ്കിൽ നമ്മളെക്കാട് കൂടുതൽ അമലുകളുണ്ട്. ഖുർആൻ ഓതലും നമസ്കാരങ്ങളെ കൃത്യതയും ചിട്ടയൊക്കെ ഉള്ള ഇൽമിന്റെ മുതഅല്ലിമീങ്ങളുടെ ആമീൻ അത് വലിയ വില ഉള്ളതാണ്. നമ്മളിവരെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ ഹദീസ് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളോട് അദ്ദേഹം പറയുമായിരുന്നു, ഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ഹുറൈറ, നിങ്ങൾ പറയിൻ അബൂ ഹുറൈറക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നത്. അപ്പൊ വന്ന ഹദീസ് പഠിക്കാൻ വന്ന കുട്ടികൾ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ഹുറൈറ. അപ്പൊ അദ്ദേഹം പറയും ആമീൻ. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വന്നവരോട്, ഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമർ, ഉമറിന് പുറത്തു തരണേ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ മക്കൾ, ഈ മദ്രസ, ഇതിന്റെ അങ്കണം, ഇതൊരു അജീബ് സ്ഥലമാണ്. ഇവിടെ നന്മകളുടെ ഒരുപാട് കൂമ്പാരങ്ങളുള്ള സ്ഥലം, ഒരുപാട് മനുഷ്യർ നന്നായ സ്ഥലം, നന്നാകാൻ കാരണമായ സ്ഥലം. അതുകൊണ്ട് ഉറപ്പിച്ച് ആമീൻ പറയാം. അള്ളാഹു നമ്മളെ ദുആ എന്തായാലും കബൂലാക്കും. നമ്മൾ ഭൗതികമായി ഒന്നും ആഗ്രഹിച്ചു വന്നവരല്ല, നമ്മൾ ഇൽമിനോടുള്ള സ്നേഹമായിട്ട് വന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹു പരിഹരിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബി ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു വലക്കൽ ശുക്രു ഹത്താ തർള. اللهم صل وسلم وبارك وترحم وتهنن على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله كما صليت وسلمت وباركت وترحمت وتحننت على سيدنا إبراهيم وعلى آل إبراهيم إنك حميد مجيد. لا إله إلا الله الحليم الكريم وسبحان الله رب العرش العظيم والحمد لله رب العالمين. نسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم والسلامة من كل إثم والسلامة من كل إثم. لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا أديته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا مبتلا إلا أصلحته ولا كربة إلا نفذته
ولا حاجة هي لك رضا إلا قضيتها ويسرتها وأصلحتها يا أرحم الراحمين يا أرحم الراحمين يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين ويا ذا القوة المتين يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا أرحم الراحمين يا راحم الضعفاء والفقراء والمساكين ظلمنا أنفسنا ظلما كثيرا كبيرا ولا يغفر الذنوب إلا أنت يا أرحم الراحمين فاغفر لنا في ليلتنا هذه أجمعين فاغفر لنا جميع ذنوبنا يا الله اللهم إنك أنت الغفور الرحيم فاغفر لنا يا الله اللهم إنا نستغفرك ونتوب إليك اللهم إنا نستغفرك ونتوب إليك يا أرحم الراحمين يا إله العالمين أنت ربنا اللهم أنت ربنا وإلهنا وليس لنا رب سواك يا الله وليس لنا رب سواك يا الله يا أرحم الراحمين فارحمنا يا مولانا يا الله فارحمنا يا الله يا إله العالمين يا أرحم الراحمين يا بديع السماوات والأرض يا خالق السماوات والأرض يا فاطر السماوات والأرض أنت ولينا في الدنيا والآخرة يا أرحم الراحمين فاغفر لنا جميع ذنوبنا يا الله فاغفر لنا جميع ذنوبنا يا رب العالمين കരുണ അല്ലാഹുവേ കൃപയുള്ള പടച്ചവനെ ഔദാര്യവാനായ റബ്ബായ അല്ലാഹുവേ ഞങ്ങൾ മഹാമോശക്കാരാണ് ഞങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഞങ്ങളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി ഈ രാത്രി വരെ എത്തിച്ചവൻ നീയാണ് പഠിച്ചത് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നത് നീയാണ് പഠിച്ചത് ഞങ്ങളെ കൈകൾക്കോ കാലുകൾക്കോ കണ്ണുകൾക്കോ സംസാരത്തിനോ ചിന്തക്കോ ഒന്നിനും ഒരു കുറവില്ലാതെ എല്ലാം പൂർണ്ണമായി നീ ഞങ്ങൾക്ക് തന്നല്ലോ പഠിച്ചവനെ ഞങ്ങൾക്ക് ആഫിയത്ത് ഭാര്യമാരെ തന്നു മക്കളെ തന്നു ഭർത്താക്കന്മാരെ തന്നു പഠിച്ചവനെ സമ്പത്ത് തന്നു വീട് തന്നു വാനം തന്നു ഞങ്ങൾക്കുള്ളതെല്ലാം നീ തന്നതാണല്ലോ പഠിച്ചവനെ അല്ലാഹു ഇതൊക്കെ ആസ്വദിച്ച് നിന്നെ മറന്ന് ഞങ്ങൾ ജീവിച്ചു പോയി പഠിച്ചവനെ ഈ രാത്രി വരെ ഞങ്ങൾ എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടുണ്ട് പഠിച്ചു ഞങ്ങൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ തിന്മകളിലാണ് ഞങ്ങളെ സ്കൂൾ കാലഘട്ടങ്ങൾ കോളേജ് കാലഘട്ടങ്ങൾ ഞങ്ങളെ വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് ശേഷം പഠിച്ചവനെ ഇന്നത്തെ രാത്രി വരെ ഞങ്ങൾ ചെയ്ത കുറ്റങ്ങൾ എല്ലാം ഒന്നൊഴിയാതെ നിന്റെ അടുക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ പഠിച്ചവനെ നിരുപാധികം പഠിച്ചവനെ ഈ ഒരു മുബാറക്കായ സദസ്സ് 10-25 ആലിമീങ്ങൾ ഹാഫിളീങ്ങൾ എത്രയോ ഉലമാക്കൾ പഠിച്ചവനെ എത്രയോ ദായികൾ പഠിച്ചവൻ എത്രയോ പിഞ്ചു പൈതങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ കലാം ഓതുന്ന പാവം മക്കൾ അവരൊക്കെ കൈ നീട്ടുന്ന ഈ സദസ്സിൽ നിന്നോട് ഞങ്ങൾ യാചിക്കാണ് പഠിച്ചത് പുറത്തു തരണേ പഠിച്ചവൻ പുറത്തു തരാതെ ഞങ്ങളെ മടക്കരുതേ പഠിച്ചവനെ ഞങ്ങളെ കൈകൾ മുഖത്ത് ചേരുന്നതിന് മുമ്പ് ഞങ്ങളെ തിന്മകളെ ഏടുകളെ നീ മായ്ച്ചു കളയണേ പഠിച്ചവൻ അല്ലാഹുവേ നീ വലിയ ഔദാര്യവാനാണ് പഠിച്ചത് ഞങ്ങൾ ആരും കാണൂല എന്ന് വിചാരിച്ച് രാത്രിയുടെ ഇരുളുകളിൽ തിന്മ ചെയ്തപ്പോഴും ഞങ്ങളെ ഹൃദയങ്ങളെ മിടിപ്പിച്ചവൻ നീയായിരുന്നു പഠിച്ചു ഞങ്ങളെ കാലുകളെ ചലിപ്പിച്ചവൻ നീയായിരുന്നു വേണമെങ്കിൽ അതിന്റെ സ്വാധീനം നിനക്ക് പിൻവലിക്കാമായിരുന്നു ആ അവസ്ഥയിൽ ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഈമാനില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ചത്തുപോയനെ പഠിച്ചവൻ എന്നിട്ടും ഞങ്ങളുടെ പാപങ്ങളെ മറച്ചു വെക്കുകയും ഞങ്ങൾ അന്തസ്സും അഭിമാനവും നിലനിർത്തി തരികയും ചെയ്തവൻ നീയാണ് പഠിച്ചവനെ പുറത്തു തരണേ അല്ലാ നിന്നെക്കാൾ വലിയ ഔദാര്യവാൻ ആരുമില്ലല്ലോ പഠിച്ചവനെ നീ ഔദാര്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യവാനാണല്ലോ പഠിച്ചവൻ 100 ആളെ കൊന്നാൾക്ക് നീ പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ പഠിച്ചവനെ യാ അല്ലാഹ് കുട്ടിയാവുമ്പോ ഉപ്പ സ്നേഹിച്ചതിന്റെ പേരിൽ സൗന്ദര്യവാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണക്കിലിടുകയും അവിടുന്ന് അങ്ങോട്ടേക്ക് കച്ചവട സംഘം കൊണ്ടുപോയി വിൽക്കുകയും കൊട്ടാരത്തിലെത്തുകയും വീണ്ടും കൊട്ടാരത്തിൽ നിന്ന് ജയിലിലെത്തുകയും ജനങ്ങളുടെ മുന്നിൽ അപമാനിതനാക്കുകയും ഒക്കെ ചെയ്തിട്ടും വീണ്ടും നീ അധികാരം നൽകി ഈ അക്രമങ്ങൾ മുഴുവൻ ചെയ്ത സഹോദരങ്ങൾ അവസാനം കീഴടങ്ങി തന്റെ മുന്നിലെത്തിയപ്പോൾ നിങ്ങൾക്ക് യൂസുഫിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ത യൂസുഫ് നീ യൂസുഫാണോ ഖാല അന യൂസുഫ് വഹാദാ അഖി ഞാൻ യൂസുഫാണ് ഇതെന്റെ സഹോദരനാണ് എന്ന് പറയുകയും
അതിനുശേഷം അവർക്ക് ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങളോടൊന്നും ഒരു പ്രതികാരവും ഞാൻ വീട്ടുന്നില്ല, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന സഹോദരന്മാരെ നോക്കി പറഞ്ഞ യൂസുഫ് അലൈഹിസ്സലാം എത്ര കരുണയുള്ള നബിയാണ് പഠിച്ചവനെ. യാ അല്ലാഹ്, നീ യൂസുഫ് നബിന്റെ റബ്ബാണല്ലോ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണേ പഠിച്ചവനെ, ഞങ്ങളോട് കരുണ കാണിക്കണേ പഠിച്ചവനെ. തങ്ങളെ തുപ്പുകയും തങ്ങളെ എറിയുകയും തങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്ത മക്കക്കാർ അവസാനം മക്ക ഫതഹിന്റെ ദിവസം കീഴടക്കിയപ്പോൾ അവരെല്ലാവരും എല്ലാത്തിനും വിധേയരായി നിൽക്കുമ്പോൾ പുന്നാര നബി അവരോട് പറഞ്ഞല്ലോ, എന്റെ സഹോദരൻ യൂസുഫ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരോട് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ആ പുന്നാര നബി ആ അക്രമകാരികൾക്ക് മാപ്പു ചെയ്തു കൊടുത്തല്ലോ, അവരോട് പ്രതികാരം ചെയ്തില്ലല്ലോ. പടച്ചവനെ, ഞങ്ങളുടെ നബി എത്ര കരുണയുള്ള നബിയാണ്, ഞങ്ങളെ നബിയുടെ റബ്ബാണ് നീ പടച്ചവനെ. നീ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കരുണയായി പടച്ചവനെ, പുറത്തു തരാതെ ഞങ്ങളെ ആണിനി പെണ്ണിനി കുട്ടികളെയും യുവാക്കളെയും യുവതികളെയും നീ വിടരുത് പടച്ചവനെ. യാ അല്ലാഹ്, പടച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കൾ പടച്ചവനെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഇഖ്ലാസും നന്മയും എല്ലാം നീ നൽകണേ പടച്ചവനെ. മരിച്ചുപോയ ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ വാപ്പ, ഞങ്ങളെ വല്യപ്പ വല്യമ്മമാർ, അവരുടെ മാതാപിതാക്കൾ അങ്ങോട്ട് മുകളിലേക്ക്, ഞങ്ങളെ ഉമ്മന്റെ കുടുംബക്കാർ, ഞങ്ങളെ അപ്പാന്റെ കുടുംബക്കാർ, ഞങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർ, ഞങ്ങളെ ഭർത്താവിന്റെ കുടുംബക്കാർ, ഞങ്ങളെ മക്കളെ വിവാഹം കഴിച്ചവർ, അവരുടെ കുടുംബങ്ങൾ, ഞങ്ങളെ സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, മക്കൾ, സഹോദരന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ വിദ്യാർത്ഥികൾ, പടച്ചവനെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, പടച്ചവനെ ഞങ്ങളൊക്കെ ബന്ധുക്കൾ, കുറെ ആൾക്കാർ ഖബറുകളിലാണല്ലോ പടച്ചവൻ. ജീവിച്ചിരുന്ന കാലത്ത് അവരൊക്കെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടന്നവരാണ്, സ്വന്തം തിന്നാതെ ഞങ്ങളെ തീറ്റിച്ചവരാണ്, സ്വന്തം ഉറങ്ങാതെ ഞങ്ങളെ തോളിലിട്ട് ഉറക്കിയവരാണ്. ഞങ്ങളൊക്കെ ഈ അഡ്രസ്സിലെത്താൻ അവരാണ് കാരണക്കാരൻ. അവർ സമ്പാദിച്ചതൊക്കെ അവിടെ വിട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി പോയവരാണ്. കുറച്ച് എല്ലാ പാവങ്ങൾ ഈ നീരിലിന്റെ ഖബറിലാണ്. നീ അവരെ ഖബറിനെ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. ഖബറിൽ സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കണേ പടച്ചവൻ. കണ്ണെത്താ ദൂരത്ത് വിശാലാക്കണേ പടച്ചവൻ. ഞങ്ങളുടെ ഇന്നത്തെ സന്തോഷം അവരെ ഖബറിൽ നീ ആക്കി കൊടുക്കണേ പടച്ചവൻ. യാ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഇത്താഅത്തും നിന്നെ അനുസരിക്കാനും തഖ്വ ചെയ്യാനും തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ ഉലമാക്കളെ നീ ഖബൂലാക്കണേ പടച്ചവനെ. 25 ആളെ നീ ഖബൂലാക്കണേ പടച്ചവനെ. അവരുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും അവരുടെ ബന്ധുമിത്രാദികൾ അവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, ഇൽമിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത സമയമൊക്കെ മുടക്കി ഇവിടെ വന്ന് കൂടിയവർ പടച്ചവനെ, ആണിനെയും പെണ്ണിനെയും കുട്ടികളെ ആരും നീ പാഴാക്കരുതേ പടച്ചവൻ. ഈ ഹാഫിളീങ്ങളെ നീ ഖബൂലാക്കണേ പടച്ചവനെ. അവരുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും നീ ഖബൂലാക്കണേ പടച്ചവൻ. യാ അല്ലാഹ്, ഇവിടുന്ന് എത്രയോ ഉലമാക്കൾ കാര്യങ്ങളായി പോയി പടച്ചവൻ, അവരെല്ലാവരും നീ ഖബൂലാക്കണേ പടച്ചവനെ. അവർക്ക് നീ ശക്തി നൽകണേ പടച്ചവനെ. ഉമ്മത്തിനെ നേർവഴിക്ക് നയിക്കാനുള്ള ഇൽമും ഹിക്മത്തും സാമർത്ഥ്യവും കഴിവും എല്ലാം നീ നൽകണേ പടച്ചവനെ. ഒരു മനുഷ്യന്റെ മുന്നിലും മരണം വരെ കൈനീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തരുതേ പടച്ചവനെ. ഇസ്സത്തോടെ അന്തസ്സോടെ നട്ടലോടുകൂടി നിന്ന് നിന്റെ ദീൻ പറയുന്നവരായി ഞങ്ങൾ ആക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ ബലഹീനരാക്കരുതേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ഹിമ്മത്ത് തരണേ പടച്ചവനെ. ഞങ്ങളെ സമയവും കഴിവും യോഗ്യതകളൊക്കെ മനുഷ്യർ നന്മയിലെത്തി രക്ഷപ്പെടുന്നതിന്റെ വഴിയിൽ പരിശ്രമിക്കാൻ തൗഫീഖ് തരണേ പടച്ചവനെ. നിന്റെ ദീനിന്റെ ദഅവത്തിന്റെ വഴിയിൽ ലോകം മുഴുവനും ഗലികളും കമ്പോളങ്ങളും കയറി നടന്ന് നിന്നെ കുറിച്ച് പറഞ്ഞ ആ വഴിയിലായി നീ ഞങ്ങൾക്ക് മരണം തരണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടപ്പെട്ട അവസ്ഥയിൽ നീ ഞങ്ങൾ മരിപ്പിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ സ്ഥാപനത്തിനെ ഖബൂലാക്കണേ പടച്ചവനെ. ഈ സ്ഥാപനത്തിനെ ഖബൂലാക്കണേ പടച്ചവനെ. ഇതിവിടെ ഉണ്ടാവാൻ വേണ്ടി അധ്വാനിച്ച കുറെ മഹാരഥന്മാർ അവര് ഖബറുകളിലാണ് പടച്ചവനെ. ഇന്ന് ഞങ്ങൾ ഈ കൂടുന്നതും ഈ മക്കളുടെ എല്ലാ കഴിവുകളും പടച്ചവനെ അവരെ ഖബറിൽ നീ ആനന്ദമാക്കണേ പടച്ചവനെ. ഞങ്ങളെ തൊട്ട് ചാരത്തില്ല ഈ ഒരു കാര്യം കിട്ടാൻ പടച്ചവനെ, ഈ കലാമിന്റെ ശബ്ദം കേൾക്കാൻ പടച്ചവനെ നീ നൽകിയ സമ്പത്ത് യാതൊരു മടിയും കൂടാ ഇൽമിന്റെ വഴിയിൽ ചെലവഴിച്ച പടച്ചവനെ നിന്റെ ദാസൻ ഇബ്രാഹിം ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവൻ. അദ്ദേഹത്തിന്റെ ഖബറിനെ കണ്ണെത്താ ദൂരത്ത് വിശാലാക്കണേ പടച്ചവൻ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഖബറിനെ വിശാലമാക്കണേ പടച്ചവൻ. ജീവിച്ചിരിക്കുന്ന ഭാര്യമാരുടെയും മക്കളുടെയും എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും റാഹത്തും സന്തോഷവും പടച്ചവനെ ഇസ്സത്തും നീ നൽകണേ പടച്ചവനെ. അവർക്ക് ഒരു നിലയിലുള്ള നിന്ദതയോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ നീ ഏൽപ്പിക്കരുതേ പടച്ചവനെ. അല്ലാഹുവേ, ഉസ്താദുമാരെ ഖബൂലാക്കണേ പടച്ചവനെ.
ഈ സ്ഥാപനത്തിന് ആരെല്ലാം ഏതെല്ലാം നിലയിൽ ഒത്താശ ചെയ്തോ അവരെല്ലാരും നീ കബൂലാക്കണേ പഠിച്ചവനെ. ഇതിന്റെ ഹക്കിൽ നീ ഞങ്ങളെ മഖ്ബൂലീങ്ങളാക്കണേ പഠിച്ചവനെ. ഇതിന്റെ ഹക്കിൽ നീ ഞങ്ങളെ മഖ്ബൂലീങ്ങളാക്കണേ പഠിച്ചവനെ. അല്ലാഹു ഈ സ്ഥാപനത്തിനെ വളർത്തണേ പഠിച്ചവനെ. ലോകത്തെ യശസ് ഉണ്ടാക്കണേ പഠിച്ചവനെ. ഇതിന്റെ മക്കൾ ലോകത്ത് പരന്ന് നിന്റെ അടിമകളെ നന്മയിലേക്ക് വിളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണേ പഠിച്ചവനെ. ആ നല്ല കാഴ്ച കാണാൻ ഭാഗ്യം തരണേ പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗികളാണ് പഠിച്ചവൻ. ഈ സദസ്സിൽ ഹാഫിദീങ്ങളും ആലിമീങ്ങളും നിറഞ്ഞു കിടക്കുന്ന സദസ്സാണ്. നീ വലിയ ഷാഫിയാണ് പഠിച്ചവൻ. നീ തീരുമാനിച്ച നടപ്പിലാക്കാൻ കഴിയാത്ത ഒന്നുമില്ലല്ലോ പഠിച്ചവൻ. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ പഠിച്ചവൻ. ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പഠിച്ചവൻ. യാ അല്ലാഹ് പഠിച്ചവനെ, എത്രയോ ആൾക്കാർ വലിയ വലിയ രോഗങ്ങളിലാണ്. ക്യാൻസർ ബാധിച്ചവർ, കിഡ്നി നഷ്ടപ്പെട്ടു പോയവർ, സ്ട്രോക്ക് ബാധിച്ചവർ, അപസ്മാരങ്ങളുള്ള ആളുകൾ, മാനസിക രോഗങ്ങളുള്ള ആളുകൾ, പഠിച്ചവനെ കാലിനും മുട്ടിനും മുതുകിനും പഠിച്ചവനെ ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞു. പഠിച്ചവനവർക്കൊക്കെ നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പഠിച്ചവനെ. നീ ഷാഫിയാണല്ലോ പഠിച്ചവനെ. നിനക്കും ഒന്നിന്റെ ആവശ്യമില്ലല്ലോ പഠിച്ചവനെ. നീ ഒരു തീരുമാനം എടുത്താൽ നടപ്പിലാവുമല്ലോ പഠിച്ചവനെ. എല്ലാവർക്കും നീ ശിഫ നൽകണേ പഠിച്ചവനെ. ഞങ്ങളെ മാറാരോഗത്തു നിന്ന് കാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ പരീക്ഷിക്കല്ലേ പഠിച്ചവനെ. അതോ ഞങ്ങൾ പാവങ്ങളാണ് പഠിച്ചവനെ. യാ രോഗങ്ങൾ ദിവസം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ബയോപ്സി കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ക്യാൻസറാണെന്ന് സ്ഥിരപ്പെട്ടു. ദിവസം കേൾക്കാൻ പച്ച മരങ്ങൾ നിന്നുണങ്ങുന്നത് പോലെ മനുഷ്യർ ഉണങ്ങുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് പഠിച്ചവനെ. പരീക്ഷിക്കരുതേ പഠിച്ചവനെ. ഞങ്ങളോട് താങ്ങാൻ കഴിയാത്തത് തരരുതേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ പഠിച്ചവനെ. മരിക്കുന്നത് വരെ നീ തന്ന എല്ലാ നിഅമത്തുകളും നിലനിർത്തി തരണേ പഠിച്ചവൻ. എല്ലാ നിഅമത്തുകളും നിലനിർത്തി തരണേ പഠിച്ചവൻ. ആരെ മുന്നിലും നിന്ദ്യരാക്കല്ലേ പഠിച്ചവനെ. ഓരോ കവലകളിലും ആളുകൾ ബക്കറ്റുകളായി ഓരോ മനുഷ്യർക്ക് വേണ്ടി യാചിക്കുന്ന ഞങ്ങൾ കാണുന്നുണ്ട് പഠിച്ചവനെ. അങ്ങനത്തെ ഒരു ദുർഗതി ഞങ്ങൾക്കാരും വരുത്തരുതേ പഠിച്ചവനെ. യാ അല്ലാഹ് പഠിച്ചവനെ, നീ ഖൈറിന്റെ വഴികൾ ഞങ്ങളിലേക്ക് തുറന്നു തരണേ പഠിച്ചവൻ. കടങ്ങളിൽ കുടുങ്ങിയവരുടെ കടങ്ങളെ വീട്ടാൻ നീ മാർഗം ഉണ്ടാക്കണേ പഠിച്ചവൻ. കടം പകലിന്റെ നിന്ദ്യതയാണ്, രാത്രിയുടെ അസ്വസ്ഥതയാണ്. ഞങ്ങൾ ആരും കടക്കാരാക്കരുതേ പഠിച്ചവനെ. യാ അല്ലാഹ്, വിവാഹപ്രായമായ യുവതികൾ, യുവാക്കൾ, അവർക്ക് അനുയോജ്യരായ നല്ല ഇണകളെ നീ നൽകണേ പഠിച്ചവനെ. എത്രയോ വിധവകളുണ്ട് പഠിച്ചവനെ. പാവം പഠിച്ചവനെ, അവരവരുടെ അവസ്ഥകളിലായി അവരുടെ വീടുകളിൽ ചാരിത്രത്തോട് കഴിയാണ് പഠിച്ചവനെ. യാ അല്ലാഹ്, നീ അവരെ സൃഷ്ടാവാണ്. അവരുടെ മനസ്സിന്റെ ദുഃഖവും വേദനവും അറിയുന്ന നീയാണ് പഠിച്ചവനെ. വിധവകൾക്ക് അനുയോജ്യരായ നല്ല ഇണകളെ നിന്റെ കുതിർത്തുകൊണ്ട് നൽകണേ പഠിച്ചവൻ. യാ അല്ലാഹ്, ഉമ്മത്തിൽ നീ ഖൈറിനെ നിലനിർത്തണേ പഠിച്ചവൻ. യതീമുകളെ നീ സംരക്ഷിക്കണേ പഠിച്ചവൻ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഈ സ്ഥാപനത്തിന് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇടതുനിന്നും വലതുനിന്നും മുകളിൽ താഴെന്നും എല്ലാവിധ ഫിത്നകളിൽ നീ കാക്കണേ പഠിച്ചവനെ. സാഹിര്യങ്ങളെ സിഹിർന്ന് കാക്കണേ പഠിച്ചവൻ. ലാലിമ്യങ്ങളെ ദുൽമിന്ന് കാക്കണേ പഠിച്ചവൻ. ഫിത്ന ഉണ്ടാക്കുന്നവരെ ഫിത്നെന്ന് കാക്കണേ പഠിച്ചവൻ. യാ അല്ലാഹ്, എല്ലാ ഖൈറിന്റെ വാതിലുകളും ഇതിന് നേർക്ക് നീ തുറക്കണേ പഠിച്ചവൻ. ഇവിടെ പഠിക്കുന്ന മുഴുവൻ മുതഅല്ലിമീങ്ങളെയും കുട്ടികളെയും നീ വലിയ ഖൈറിന്റെ യോഗ്യരാക്കണേ പഠിച്ചവൻ. അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങളെ കൂടുതലിനെ കബൂലാക്കണേ പഠിച്ചവനെ. ശഅബാൻ മാസത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്ത് തരണേ പഠിച്ചവനെ. റമദാനിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോടെ പഠിച്ചവനെ ഇബാദത്തിലും നിന്നെ തൃപ്തിപ്പെടുത്തുന്നതിലായി കഴിയാനുള്ള തൗഫീഖ് തരണേ പഠിച്ചവൻ. ഞങ്ങളെല്ലാ സദുദ്ദേശങ്ങളും ഖൈറിലായി നീ പൂർത്തിയാക്കി തരണേ പഠിച്ചവൻ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ പഠിച്ചവൻ. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പഠിച്ചവൻ. ഞങ്ങളെല്ലാവരുടെ മക്കളെയും നീ ഹാഫിദും ആലിമും ദാഇയും പഠിച്ചവനെ ഉമ്മത്തിന് ഉപകാരം ചെയ്ത് നാളെ ഖിയാമത്ത് നാളിൽ നബിമാരെ പോലെ സംഘങ്ങളെ കൊണ്ടുവരുന്നവരായി ഞങ്ങളെ മക്കളെ നീ ആക്കണേ പഠിച്ചവനെ. ആൺമക്കളെയും പെൺമക്കളൊക്കെ നീ കബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങൾ ഈ ഒത്തുകൂടലിനെ നീ കബൂലാക്കണേ പഠിച്ചവൻ. ഈ കൂട്ടത്തിൽ നിനക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും അമൽ ചെയ്ത ആരെങ്കിലും ഇല്ലായിരിക്കൂലല്ലോ പഠിച്ചവനെ. അവരുടെ ആ അമൽ ഓർത്തെങ്കിലും ഞങ്ങൾ ദുആ കബൂലാക്കല്ലാ. ഞങ്ങളോട് പോടാന്ന് പറയല്ല പഠിച്ചവനെ. ഞങ്ങൾ ആട്ടി വിടല്ല പഠിച്ചവനെ. ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ പഠിച്ചവനെ. പുറത്തു തരാതെ വിടല്ല പഠിച്ചവനെ. ഞങ്ങൾ ആരും ദുനിയാവിന്റെ ഒരു നയാ പൈസ കൊതിച്ചിട്ട് വന്നവരല്ല. ഇൽമിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ വന്നതാണ് പഠിച്ചവനെ. നാളെ മശ്റയിൽ നിന്റെ സ്വന്തക്കാരെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മാതാപിതാക്കളെയും എല്ലാവരെയും നീ ചേർക്കണേ പഠിച്ചവനെ. കിരീടം വെച്ച് നടക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെയും ആ കൂട്ടത്തിൽ നീ ആക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ
കാര്യദർശികളായ എല്ലാ ഉലമാക്കളെയും നീ കബൂലാക്കണേ പടച്ചവനെ. മുതവല്ലിമാരെ നീ കബൂലാക്കണേ അല്ലാ. എല്ലാവരും ചെറുപ്പക്കാരും സമ്പത്തിന് വലിയ ആവശ്യമുള്ളവരായിട്ടും വാപ്പന്റെ അതേ വഴി തുടരുന്നവരായി ആ മക്കളെ നീ ആക്കിയല്ലോ പടച്ചവനെ. അതിനെ നീ നിലനിർത്തണേ പടച്ചവനെ. അവർക്ക് ദുനിയാവിന്റെ ഖൈറുകൾ ഹലാല് കൊണ്ട് നീ പൂർത്തിയാക്കണേ പടച്ചവനെ. ഒരു ഹറാമിന്റെ നയാ പൈസ പോലും ഈ സ്ഥാപനത്തിലേക്കോ അവരുടെ ജീവിതങ്ങളിലേക്കോ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കോ വന്നു ചേരാതെ നീ കാക്കണേ പടച്ചവനെ. ഞങ്ങളെല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടു കൂടി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ബാക്കി നബിമാരും അവരുടെ കുടുംബങ്ങളും സഹാബാക്കളും അവരുടെ കുടുംബങ്ങളോട് കൂടി ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും ഭാര്യമാരെയും മക്കളെയും നീ ചേർത്ത് ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഇടം തരണേ പടച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين.